والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله العظيم القدرة والشان الشديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم صدق الله مولانا العظيم ബഹുവന്യരായ സാദാത്യങ്ങൾ, പണ്ഡിത മഹത്തുക്കൾ, കാരണവന്മാർ, പ്രസ്ഥാന ബന്ധുക്കൾ, സമസ്തയുടെയും കീഴ്ഘടങ്ങളുടെയും പ്രവർത്തകർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹളായ ഫദ്ലുകൊണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ പ്രസംഗിക്കണമെന്ന് അള്ളാഹുവിന്റെ വിധിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. ബഹുവന്യരായ വെന്നീർ ഉസ്താദ് അവറുകൾ കാര്യപ്രസക്തമായ ഒട്ടനവധി കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും സദസ്സിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലക്ഷ്യവും നമ്മുടെ മാർഗവുമൊക്കെ സുതാര്യമാണ്. എത്രയോ കാലമായി കേരളത്തിനകത്തും പുറത്തുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയ ആദർശങ്ങളെ വളച്ചുകെട്ടില്ലാതെ, വക്രതയില്ലാതെ, ഒളിച്ചുവെക്കലില്ലാതെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുട്ടുംപുറത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പരിപാടി ചോദിച്ചു വാങ്ങിയതാണ് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹാന്മാരായ, മഹത്തുക്കളായ, സാത്വികന്മാരായ ആളുകളാൽ ഉണ്ടാക്കപ്പെട്ടതും അവരുടെ ആത്മീയമായ നിയന്ത്രണത്തിൽ മുന്നോട്ടു പോവുകയും ചെയ്യുന്ന സംഘടനയാണ്, പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഞാൻ ആമുഖമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മുട്ടുംപുറത്തെ SKSSFന്റെ പ്രവർത്തകന്മാർ ഉറങ്ങിക്കിടക്കുന്ന സിംഹങ്ങളാണ്. അവരെ എങ്ങാനും ഉണർത്തിയാൽ ഇവിടുത്തെ SSFക്കാരുടെ കൂടാരങ്ങൾ തട്ടിത്തകർന്നു പോകുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതലൊന്നും ഞാൻ ആ വിഷയത്തിൽ പറയുന്നില്ല. പ്രശ്നങ്ങളില്ലാതെ ഒത്തൊരുമയോടുകൂടെ പോകുന്ന നാടുകളിൽ ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്റെ, ഒരു പ്രസംഗത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ കൂടിയ ആളുകളോട് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. 1988, 89 ആവർത്തിക്കണമെന്ന് അവർക്ക് പുതിയ ഒരു സർക്കുലറുണ്ട്. ആ സർക്കുലറും അതിനോടനുബന്ധിച്ച വിഷയങ്ങളിലും നമ്മുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യം ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മഹല്ലുകളും മറ്റു സ്ഥാപനങ്ങളുമൊക്കെ തങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ട് ആളുകളൊക്കെ മയ്യത്തിന്റെ തലയിൽ നിന്ന് പേനിറങ്ങും പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 1988 ആവർത്തിച്ചെങ്കിൽ തങ്ങൾക്കിനിവിടെ നിലനിൽപ്പുള്ളൂ എന്ന ഒരു അന്തിമ തീരുമാനത്തിലാണ് അവർ ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അക്രമങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒരു പാത സ്വീകരിച്ച് ഒത്തൊരുമയിലും ഐക്യത്തിലും നിൽക്കുന്ന നാടുകളിൽ പ്രശ്നങ്ങളുണ്ടാക്കി കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള കുലിശിതമായ ശ്രമങ്ങളാണ് നാടിന്റെ നാനാഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അള്ളാന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ വിഷയമല്ല, അള്ളാന്റെ പള്ളി വിഷയമല്ല, അള്ളാന്റെ മദ്രസ വിഷയമല്ല, ദീനിന്റെ ശിആറുകൾ വിഷയമല്ല. തങ്ങൾക്ക് തങ്ങളുടെ സംഘടനാ നിലപാടുകൾ ഇവിടെ നിലനിൽക്കണമെന്നല്ലാതെ അതിന്റെ അപ്പുറത്ത് മറ്റൊരു ചിന്തയില്ലാത്ത നിലക്കാണ് ഇന്നിവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മൾക്കറിയാം നമ്മുടെ വെളിപ്പാടകളിലുള്ള ചേറൂര്. എന്താ ചേറൂരിൽ സംഭവിച്ചത്? പരിശുദ്ധമായ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ, അള്ളാന്റെ ദീന് പഠിക്കാൻ പാവപ്പെട്ട നിഷ്കളങ്കരായ കൊച്ചുമക്കൾ വിശുദ്ധ ഖുർആനും പാഠപുസ്തകങ്ങളുമായി കടന്നു വന്നപ്പോൾ ഉസ്താദ്
ഉസ്താദും മദ്രസ തുറക്കുന്നതും കാത്തുനിന്ന പ്രിയപ്പെട്ട മക്കൾക്ക് കാണാൻ കഴിഞ്ഞത് വളരെ വേദനാജനകമായ സംഭവങ്ങളാണ്. അത് ഈ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അവിടെ അവർ പറഞ്ഞത് ഞങ്ങൾ പകുതിയുമാണ്. അവസാനം പകുതി ഒരു ചോക്കുമ്പോ ഒരു പകുതി 50 തായി, മറ്റേ പകുതി 300 ചോട്ടിലാണ്. ഇത് വല്ലാത്തൊരു പകുതിയാണ്, നമുക്ക് തിരാത്തൊരു പകുതിയായിപ്പോയി. അതിന്റെ ശേഷം പിന്നീട് കക്കോവിൽ നടന്ന പ്രശ്നങ്ങൾ അല്ലേ? കക്കോവ് ജുമാഅത്ത് പള്ളിയിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പത്തെ ഒരു ജുമാ നിസ്കാരം തടസ്സപ്പെടുകയുണ്ടായി. RSSകാരുടെ, BJPക്കാരുടെ, ബജ്റംഗ് ദളുകാരുടെ, ശിവസേനക്കാരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടല്ല, സുന്നികളെന്ന് അവകാശപ്പെടുന്നവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് കക്കോവ് ജുമാഅത്ത് പള്ളിയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വെള്ളിയാഴ്ചത്തെ ജുമാ നിസ്കാരം നഷ്ടപ്പെടുകയുണ്ടായി. പള്ളിക്കൽ ബസാറിൽ പള്ളി പൂട്ടുന്ന സാഹചര്യം ഞാനിവിടെ അടുത്തുണ്ടായ സംഭവങ്ങളാണ് പറയുന്നത്. നമ്മുടെ ചുറ്റപ്പുറത്തും ഇപ്പുറത്തുള്ള സംഭവങ്ങളല്ല ഞാൻ പരാമർശിക്കുന്നത്. പള്ളിക്കൽ ബസാർ, ടൗൺ പള്ളി, ജുമാഅത്ത് പള്ളിയും ഇവരുടെ പ്രശ്നങ്ങളുടെ പേരിൽ പള്ളി അടച്ചുപൂട്ടേണ്ട സാഹചര്യമുണ്ടായി. പോകട്ടെ, കരിപ്പൂര് ജുമാഅത്ത് പള്ളിയുടെ കരിപ്പൂർ എയർപോർട്ടിന്റെ തൊട്ടുപിന്നിലുള്ള മഹല്ല്, ആൻകിറക്കൽ ജുമാഅത്ത് പള്ളി മഹല്ല്, അവിടെയും ഏതാനും മാസങ്ങൾക്കും കഴിഞ്ഞ വർഷം അവിടെയും ജുമാ നഷ്ടപ്പെടുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, അരീക്കോടിനടുത്ത തച്ചണ്ണയിൽ മഅ്ദനുൽ ഉലൂം എന്ന് പറയുന്ന മദ്രസ, അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഇങ്ങനെ നാടിന്റെ നാനാഭാഗങ്ങളിലും ഒത്തൊരുമയോടെ ഐക്യത്തോടെ പോകുന്ന നാടിൽ ഭിന്നതയും ഭിന്നതയും ഉണ്ടാക്കി പ്രശ്നങ്ങളുണ്ടായി. ഭൗതിക ലോകത്ത് എന്തെങ്കിലും നിലനിൽപ്പിന്റെ എന്തെങ്കിലും ഒരു മെച്ചം കിട്ടുക എന്നതല്ലാതെ ആഖിറത്തെ പേടിയോ പടച്ചവനെ പേടിയോ ഈ വിഭാഗത്തിനില്ലെന്നുള്ളത് ഇവിടെ കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഇതൊരു സംഘടനാപരമായ വൈരാഗ്യമല്ല, ഇതൊരു സംഘടനാപരമായ പ്രശ്നമല്ല. ഈ പ്രദേശത്ത് ശാന്തമായി മുന്നോട്ട് പോകുന്ന ഈ പ്രദേശത്ത് ഇത്രയും ജനബാഹുല്യം, ഈ ഗ്രൗണ്ട് നിറയെ ജനബാഹുല്യം ഒത്തുകൂടിയതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അറിയണം. ഏതായിരിക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 90ാം വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നാടിന്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയാദർശങ്ങളൊക്കെ സമുദായത്തിൽ നമ്മൾ സജീവമാക്കേണ്ട സമയമാണ്. ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, കൂടുതലൊന്നും പറയുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് വസ്തുത എങ്കിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രശ്നക്കാരില്ലെന്നും ഞങ്ങൾ സമവായത്തിന്റെ ആളുകളാണെന്നും ഞങ്ങൾ ഒത്തൊരുമയുടെ ആളുകളാണെന്നുമാണ് ഇവരുടെ നേതാക്കന്മാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാൻ സംസാരം ചുരുക്കി ചില കാര്യങ്ങൾ കേൾപ്പിക്കുകയാണ്. മറുഭാഗത്തിന്റെ പ്രസിഡന്റ് ഈ സുലൈമാൻ മുസ്ലിയാർ, അദ്ദേഹം കുണ്ടൂരിൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇവിടെ പ്രശ്നമുണ്ടാക്കാറില്ല എന്നാണ്. ഇന്ന് ക്ലിപ്പ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. ഈ ലോകത്തും നല്ലവരാക്കി അല്ലാഹു തആല നിലനിർത്തട്ടെ. നമ്മൾ എതിർക്കുന്നവരെ അല്ലാഹു തആല പരാജയപ്പെടുത്തട്ടെ. അദ്ദേഹം പറയുന്നത് തർക്കത് വരട്ടെ, ഞങ്ങളെ എതിർക്കുന്നവരെ മുഴുവനും അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പരാജയപ്പെട്ടു പോകണമെന്ന് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ആ ദുആ കവർ ചെയ്യാൻ ഈ സുലൈമാൻ മുസ്ലിയാരുടെ പ്രാർത്ഥനയ്ക്ക് കഴിയില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെയൊക്കെ മേലെ വലിയൊരു ദുആ ഇവിടെ നടന്നുപോയിട്ടുണ്ട്. വലിയൊരു ദുആ പറയട്ടെ. ഈ ലോകത്തും നല്ലവരാക്കി അല്ലാഹു തആല നിലനിർത്തട്ടെ. നമ്മൾ എതിർക്കുന്നവരെ അല്ലാഹു തആല പരാജയപ്പെടുത്തട്ടെ. നമ്മൾ ആരെയും എതിർക്കണില്ല. നിങ്ങൾ എതിർക്കലില്ലേ? കഴിഞ്ഞ പ്രസംഗത്തിൽ കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി ആരൊക്കെ ഇവിടെ പരാമർശിച്ചു? എന്തെല്ലാം സത്യങ്ങൾ ഇവിടെ മറച്ചുവെച്ചു? എന്തെല്ലാം ചരിത്ര വക്രീകരണങ്ങൾ നടത്തി? നിങ്ങൾ പറയാറില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ അനുയായികൾ നാട് നീളെ വേണ്ടാത്തത് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അത് നേതൃത്വം അറിയുന്നത് നല്ലതാണെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ എല്ലാവരും അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രാർത്ഥിച്ച് 2 ഉമ്മത്തിനെ കൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞാൽ അബൂജാഹിലിനെ വരെ നന്നാകുകയാണെങ്കിൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു. ഓൻ വലിയ കഠിന ശത്രുവായിരുന്നു. അവനെ നന്നാകുകയാണെങ്കിൽ റസൂലുള്ളാഹി അത് ഇഷ്ടപ്പെട്ട കാര്യം. അങ്ങനെ നമ്മുടെ ദീനുൽ ഇസ്ലാമിന്റെ കാര്യം ലോകത്തിൽ റഹ്മത്തായിട്ടാണ് റസൂലുള്ളാഹിനെ അയച്ചത് എന്ന കാരണത്താൽ ആർക്കും റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങളും റസൂലുള്ളാഹിന്റെ നിർദ്ദേശങ്ങളും റസൂലുള്ളാഹിന്റെ ദീനും
റസൂലുള്ളാഹിന്റെ സ്വഭാവം എല്ലാവർക്കും റഹ്മത്താണ്. ആ ഇസ്തിഗ്ഫാറുകൾക്ക് എല്ലാവർക്കും അല്ലാഹു തആല തരട്ടെ. നമ്മൾ ആരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളാരെയും കുറ്റം പറയാ എന്നുള്ളത് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതല്ല. എത്ര ആളുകളാണ് നിങ്ങൾ പറഞ്ഞത്? ഇവിടെ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഞങ്ങളെ പാണക്കാട്ടുകാരെ പറഞ്ഞിട്ടില്ല. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അടക്കമുള്ള ആളുകൾ പാണക്കാട് സാദാത്യങ്ങളെ വേദനിപ്പിച്ചതിന്റെ നേർരേഖകൾ ഇൻഷാ അല്ലാഹ് കാണിക്കും. ഏതായിരിക്കട്ടെ, ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട വന്നീർ ഉസ്താദ് അവർകൾ ഇവിടെ സൂചിപ്പിച്ച ഒരു മഹാനുണ്ട്. നമ്മുടെ കരടിന്റെ കഷ്ടമായിരുന്ന കേരളീയ സമൂഹത്തിന് മറക്കാൻ പറ്റാത്ത പണ്ഡിത സൂര്യതേജസ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഈ സമുദായത്തെ ബോധ്യപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്. എന്താ പറഞ്ഞത്? സമസ്തയുടെ രോമത്തിന് പോലും പോറലേൽപ്പിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ഏതെങ്കിലും നാലാൾ കൂടി ഞങ്ങൾ സുന്നിയാണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സമസ്തയാണെന്ന് പറഞ്ഞാൽ അത് സമസ്തയാകില്ല, അത് സുന്നിയാകില്ല എന്നാണ് മഹാനായ ശംസുൽ ഉലമ ലോകത്തോട് പ്രഖ്യാപിച്ചത്. മഹാനവറുകൾ പറയട്ടെ. യാതൊരു സംശയവുമില്ല, ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഞങ്ങൾ അതിന് അനുവദിക്കില്ല. ഒരു ലോകം പറയാൻ ഇവർക്ക് സാധിക്കില്ല. അതിന് യാതൊരു സംഭവിച്ചിട്ടുമില്ല. അതിൽ നിന്ന് പുറത്തുപോയി ഒരാൾ മൂന്നാളാൾ പുറത്തുപോയി അത് കൂടിയത് കൊണ്ടൊരു കാര്യമൊന്നുമില്ല. ഇത് ദുനിയാവില്ല. നാലാൾ തുണിയെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളാൽ വിജയിക്കില്ല. എന്താ മഹാനവറുകൾ പറഞ്ഞത്? നാലാളുകൾ കൂടി ഞങ്ങളാണ് സുന്നി, ഞങ്ങളാണ് സമസ്ത എന്ന് പറഞ്ഞാൽ അത് സമസ്തയും സുന്നിയുമായി അറിയപ്പെടാൻ പറ്റില്ല എന്നാണ്. ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾക്കൊരു ബാധ്യതയുണ്ട്, നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നമ്മുടെ ബാധ്യത നിർവഹിക്കാനാണ് നമ്മളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമ്മേളനങ്ങൾ നടത്തുന്നതും നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമൊക്കെ ആഖിറമാകുന്ന ലോകത്ത് വിജയം കൈവരിക്കണമെന്ന് കരുതിയിട്ടാണ്. ഇത് താൽക്കാലികമായ ലോകത്തെ ജീവിതമാണ്. ആലമുൽ അർവാഹിൽ നിന്ന് ആലമുൽ അർഹാമിലൂടെ ആലമുൽ ദുനിയയിലെത്തിയ നമ്മൾ അവസാന ആലമുൽ ജന്ന കിട്ടണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ സ്വർഗം കിട്ടാനുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരത്തെ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഉസ്താദ് അവർകൾ ഇവിടെ വായിച്ചല്ലോ, മഹാനായ ശംസുൽ ഉലമയുടെ വഫാത്ത് കാലഘട്ടത്തിൽ അന്ന് അവർ പത്രങ്ങളിൽ എഴുതിയത് മരണം വരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു എന്ന്. എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മഹാനായ ശംസുൽ ഉലമക്കെതിരെ ആദ്യകാലത്ത് നടത്തിയ പ്രസംഗങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോകരുത്. എന്താണ് അന്ന് പേരോട് പറഞ്ഞിരുന്നത്? ശംസുൽ ഉലമ മുജാഹിദ് ലോബിയുമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഞാൻ മുജാഹിദിനെതിരെ പ്രസംഗിച്ചപ്പോൾ എന്നെ വിമർശിച്ച ആളാണ് ഈ കെ. അദ്ദേഹത്തിന്റെ പ്രയോഗം അങ്ങനെയാണ്, എന്നെ വിമർശിച്ച ആളാണ് ഈ കെ. മാത്രമല്ല പണം കൊടുക്കുന്നവരെ മുശാവറയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളായിരുന്നു. വിവരമുള്ള ആളാണെന്നോ മുദരിസാണെന്നോ നോക്കാതെ പണം കൊടുക്കുന്നവരെ മുശാവറയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളായിരുന്നു മഹാനായ ശംസുൽ ഉലമ എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പഴയ കാലത്ത് നടത്തിയ പ്രസംഗം. അദ്ദേഹം മാപ്പ് ചോദിച്ചത് നമ്മൾ അറിഞ്ഞിട്ടില്ല. മാപ്പ് ചോദിക്കാത്ത കാലത്തോളം നമ്മുടെ ഈ വിഷയം സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരിക്കും. സമയ ചുരുക്കമുണ്ട്, ഞാൻ വേഗത്തിൽ വിഷയം കേൾപ്പിക്കുകയാണ്. പേരോട് പറയട്ടെ. ഒരു ശരീരത്തെല്ലാവരും വന്നപ്പോ സമസ്തയുടെ വീട്ടിലുള്ള യോഗം ചേർന്ന് ആ യോഗത്തിൽ ഈ അടക്കം നമുക്ക് രാജീവ് ഗാന്ധിയെ കാണണം, മെമ്മോറാണ്ടം കൊടുക്കണം, അത് ഉദാഹരണങ്ങൾ ഏറ്റവും പോകണം എന്ന് തീരുമാനിച്ച് മെമ്മോറാണ്ടം എഴുതിയെടുക്കാനാക്കി എന്നിട്ട് പോകാൻ തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തിൽ നടക്കാൻ വേണ്ടി മുജാഹിദ് ലോകിയായ ശ്രേഷ്ഠവും മറ്റു പലരും ആ രംഗത്ത് വന്നത് നിയമമുഖമുണ്ട്, ചെറിയ മുഖയുണ്ട്, മറ്റൊരു ജീവിക്കുന്നവരുണ്ട്. ചെറിയ മുഖയുടെ
ഞാൻ മുജാഹിദിനെ എതിരെ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോ എന്നെ പറ്റി ശംസുൽ ഉലമ പറഞ്ഞത് അവൻ മുജാഹിദിനെതിരെ ഒരു റെഡിമെയ്ഡ് പ്രസംഗം കൊണ്ട് നടക്കുന്ന ആളാണെന്ന് പറഞ്ഞ് മുജാഹിദിന് വേണ്ടി ദല്ലാൽ പണിയെടുക്കുന്ന ആളായിരുന്നു ശംസുൽ ഉലമ എന്ന് പോലും പഴയ കാലത്ത് നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളാണ് ഇപ്പൊ വന്നിട്ട് ഞങ്ങൾ ശംസുൽ ഉലമയുടെ ആളുകളാണ്, ഞങ്ങള് കള്ളിയത്ത് ഉസ്താദിന്റെ ആളുകളാണ്. ഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ അറിയാം. ഞാൻ ആ വിഷയങ്ങളൊക്കെ ചുരുക്കി വരുന്നു, കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പരാമർശിച്ച വിഷയങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് മോനെ രണ്ടിൽ ഏകൽപ്പിക്ക്. അതുകൊണ്ടായിരിക്കാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരിൽ ഒരാൾ മുജാഹിദ് ബാലുശ്ശേരി പരസ്യമായിട്ടൊരു കാര്യം ഇവിടെ പറഞ്ഞു. സംഗതി പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരി സാധാരണയാള് കളവെന്ന് പറയാറുള്ളതെങ്കിലും ഈ പറഞ്ഞത് സത്യമാണോ എന്ന് നമ്മൾക്ക് തോന്നിപ്പോവുകയാണ്. അല്ലാതെ ആ ചെയറോട് കൂടെ ഒന്ന് മുന്നിക്ക് വന്നാണ് ബാക്കിൽ ഭയങ്കര ആൾ ഇരുന്ന് നിൽക്കാൻ പോലും കഴിയുന്നില്ല. ആ ചെയറോട് കൂടെ കുറച്ച് മുന്നിക്കുന്നില്ല. ആ വയറ് ശ്രദ്ധിക്കട്ടോ. എന്താ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്? പിശാച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ കാന്തപുരം വിഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞതല്ല, നമ്മൾ അങ്ങനൊന്നും പറയില്ല. പക്ഷെ അതുപോലും പറയേണ്ടടുത്തേക്ക് ബിദ്അത്തുകാരുടെ ബാലുശ്ശേരി പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ജോർജ് ഡബ്ല്യു ബുഷ് എന്നല്ലേ ഇസ്ലാമിന്റെ ശത്രു? പാർലൂർ ടി വെട്ടിക്കുട്ടി മുസ്ലിയാർ ഉൾക്കൊള്ളുന്ന കാന്തപുരം സുന്നികളാണ് കേരളത്തിൽ ഇസ്ലാമിന്റെ പിശാചിലേറ്റ ഏറ്റവും വലിയ ശത്രു. കാരണം ഇവരുടെ വിശ്വാസത്തെ ജീവിച്ച് വളർത്താൻ കാര്യത്തില്ല. ആ കുട്ടിയായിട്ട് ഒന്നാം പുറത്തു പോകും മുസ്ലിമാണെങ്കിൽ. പക്ഷെ സുന്നി വിശ്വാസത്തിൽ എനിക്ക് ജീവനാത്മ കാര്യത്തില്ല. ഏത് സുന്നി തിരുത്തേണ്ട കാലാണിപ്പോ. ഏത് സുന്നി എന്ന് തന്നെ പറയണം. എന്താ അദ്ദേഹം പറഞ്ഞത്? സുന്നികളുടെ വിശ്വാസമനുസരിച്ച് മരിച്ചുപോയാൽ സ്വർഗത്തിൽ പോലും കടക്കില്ല എന്ന് പറയാൻ മാത്രം എന്തുണ്ടായത്? ഇവിടെ അള്ളാഹ്ക്ക് വല്ലതും ചെയ്യണമെങ്കിൽ കാന്തപുരത്തോട് ചോദിക്കണമെന്ന് പകരഹസന് പ്രസംഗിച്ചപ്പോൾ ബന്ധപ്പെട്ടവരത് തിരുത്തിയില്ല. പരിശുദ്ധമായ റൗളയുടെ ഉള്ളിൽ നിന്ന് പുണ്യപ്രവാചകനെ കൈവന്നു എന്ന് മഞ്ചേരിക്കാരൻ തോഹിർ സഖാബി പ്രസംഗിച്ചപ്പോൾ ഉത്തരവാദപ്പെട്ടവരത് തിരുത്തിയില്ല. ഇങ്ങനെ ഒരു മുസ്ലിമിന്റെ വിശ്വാസം മുർത്തദാകാൻ മാത്രം പര്യാപ്തമായ വിശ്വാസങ്ങൾ ബന്ധപ്പെട്ട് പലരിൽ നിന്നുമുണ്ടായപ്പോൾ അത് തിരുത്താൻ നേതൃത്വം തയ്യാറായില്ല. അതുകൊണ്ടായിരിക്കാം മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് പിശാച് കഴിഞ്ഞാൽ കേരളത്തിന്റെ ശത്രു അത് കാന്തപുര വിഭാഗക്കാരാണ് എന്ന് പറയാൻ മാത്രം മുജാഹിദുകൾ പോലും നാവ് പൊന്തിച്ചിട്ടുള്ളത്. നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഒത്തൊരുമയോടെ ഐക്യത്തോടെ പോകുന്ന മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, മദ്രസകൾക്ക് ഇടച്ചുമരവെച്ച്, പള്ളികൾ അടച്ചുപൂട്ടി, പെരുന്നാൾ നോമ്പ് പോലെയുള്ള സുന്ദരമായ ദിവസങ്ങളൊക്കെ ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കി. എന്തിന്റെ പേരിലാ? ഇവിടെ അഖീദത്തിൽ വ്യത്യാസമില്ല, ഇമാമിന്റെ വിഷയത്തിൽ വ്യത്യാസമില്ല, അടിസ്ഥാനപരമായ ഖുർആൻ സുന്നത്തിന്റെ വിഷയത്തിൽ ഇവിടെ വ്യത്യാസമില്ല. ഇവിടെ യാതൊരു വിഷയത്തിൽ വ്യത്യാസങ്ങളില്ല. വിശ്വാസങ്ങൾ മുഴുവനും കർമ്മങ്ങൾ മുഴുവനും ഒരേ അടി ലേബലിന്റെ പേരില്ല, പിന്നിലാണ്. പിന്നെന്തിന്റെ പേരിലാണ്? ഇവിടെ സമ്പത്തിന്റെ പേരിലും അധികാരത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലുമാണ്. ഇത് തിരിച്ചറിയാനുള്ള കഴിവ് ഉത്ഭുതരായ ആളുകൾക്ക് വേണം. ഞാൻ കൂടുതൽ പോകുന്നില്ല. അദ്ദേഹം ഇവിടെ കാര്യമായി പറഞ്ഞ വിഷയം ഞങ്ങൾ പാണക്കാട്ടുകാരെ കുറ്റം പറയാറില്ല എന്നാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വേദികളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിലും അടുത്ത കാലങ്ങളിലും നിങ്ങൾ പാണക്കാട്ടുകാരെ പറയാറുണ്ട്. പറയാറില്ല എന്ന് പറഞ്ഞ എന്തിനാ? നിങ്ങള് സദസ്സിൽ കൂടിയവർ ഞങ്ങൾ നല്ലവരാണെന്ന് ഉയർത്തി തീർക്കാനാണ്. പക്ഷേ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ പാണക്കാട് സാദാത്യങ്ങളെ രഹസ്യത്തിലും പരസ്യത്തിലും നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്.
അതിന്റെ തിക്തഫലമാണ് ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പഴയൊരു പ്രസംഗം ഞാൻ കേൾപ്പിക്കും. പാറന്നൂർ PP അവരുടെ ഏറ്റവും വലിയ എഴുത്തുകാരനും വലിയ നേതാവും മുജാഹിദ് ബാലുശ്ശേരി പരാമർശിച്ചിട്ടുള്ള പാറന്നൂർ മുസ്ലിയാർ, അദ്ദേഹം പഴയ കാലത്ത് നടത്തിയൊരു പ്രസംഗമുണ്ട്, നമ്മൾ മറന്നിട്ടില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? മുസ്ലിം ലീഗ് നന്നാകണമെങ്കിൽ പാണക്കാട്ടുകാരെ തലപ്പത്തിൽ നിന്ന് മാറിക്കൊടുക്കണം. അത് ദമ്മോ അത് മധുഹോ? മുസ്ലിം ലീഗ് നന്നാകണമെങ്കിൽ പാണക്കാട്ടുകാരെ തലപ്പത്ത് മാറണമെന്ന് പറഞ്ഞാൽ പാണക്കാട്ടുകാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാകാൻ മാത്രം യോഗ്യതല്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ഇത് നിങ്ങളുടെ നേതാക്കന്മാർ ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രസംഗിച്ചു തുടങ്ങും. എന്നിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയാണ്, ഞങ്ങളൊരു ലഫ്ള് പോലും പാണക്കാട് കുടുംബത്തിലെ ഒരാളെ പറ്റിയും പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവരുടെ വാക്കാണ്, ഉമർ അലി ശിഹാബും ഹൈദർ അലി ശിഹാബും എന്ത് തോന്നിവാസമാണ് ഇവിടെ പറഞ്ഞുകൂട്ടിയത് എന്നും ഇവര് പ്രസംഗിച്ചിട്ടുണ്ട്. എന്ത് തോന്നിവാസമാണ് അവർ പറഞ്ഞത് എന്ന് അത് പ്രസംഗിച്ചവരാണ് പറയേണ്ടത്. ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല, സൗകര്യം പോലെ പറയാം. അദ്ദേഹം പറയട്ടെ. തലപ്പത്ത് നിൽക്കുന്നവർ ഒഴിവാകണം, എന്നാലേ വാസി നന്നാവൂ. ആദ്യം പാലക്കാട്ടുകാർ മാറിക്കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയവാസി നന്നാവൂ. ആയിരം തക്കിബീറാണെന്ന് മാർക്സിസ്റ്റുകാരെ പറഞ്ഞിട്ടില്ല, കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടില്ല, BJPക്കാരും പറഞ്ഞിട്ടില്ല. ലീഗിന്റെ തലപ്പത്ത് നിന്ന് മുസ്ലിം ലീഗ് പാണക്കാട്ടുകാർ മാറിക്കൊടുക്കണമെന്ന് കേരളത്തിന്റെ മണ്ണിൽ പ്രസംഗിച്ചത് കാന്തപുരം വിഭാഗക്കാരാ. മോനെ തലപ്പത്ത് മുഴുവൻ വരട്ടെ. ഒഴിവാകണം, എന്നാലേ വാസി നന്നാവൂ. ആദ്യം പാലക്കാട്ടുകാർ മാറിക്കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയവാസി നന്നാവൂ. ഈ രൂപത്തിൽ പറയുകയും മണികളെ കൊണ്ട് തെക്കിബീർ ചൊല്ലിക്കുകയും ചെയ്യുക, പാണക്കാട്ടുകാർക്കെതിരെ വികാരം കൊള്ളിക്കുക. നിങ്ങൾ മൂപ്പര് ചോദിക്കുക, ഞങ്ങളൊരു കരിമത്ത് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഒരു കരിമത്ത് എന്റെ ഉളവുകൊള്ളോ ഞങ്ങളുടെ ഉളവുകൊള്ളോ ആ ബഹുമാനപ്പെട്ട കണ്ണുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരെ നിങ്ങൾ കള്ളം പറയുന്നു. കണ്ടോങ്ങള് പാറന്നൂര് പറഞ്ഞതാങ്ങൾ കേട്ടത്, പാറന്നൂര് പറഞ്ഞതാങ്ങൾ കേട്ടത്. പാണക്കാട്ടുകാരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വ സ്ഥാനത്ത് പോലും നിർത്താൻ മാത്രം അവർ യോഗ്യരല്ല. അങ്ങനൊന്നും പറയാൻ പാടില്ല. അവർ അഹ്ലു ബൈത്താൻ. അത് ഗ്രൂപ്പ് തിരിച്ചും രാഷ്ട്രീയം തിരിച്ചുമല്ല അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കേണ്ടത്. അത് അവർ സ്വപ്നം കാണുകയാണ്. നിങ്ങൾ കള്ളം പറയുന്നു. അത് അവർ സ്വപ്നം കാണുകയാണ്. പാലക്കാട് ഉമർ അലി ശിഹാബും ഹൈദർ അലി ശിഹാബും എന്ത് തോന്നിവാസാണ് അവർ പറഞ്ഞത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്ത് തോന്നിയാസാണ്? അതുകൂടി നിങ്ങളാണ് പറഞ്ഞാളി. എന്ത് തോന്നിയാസ ഒരു തോന്നിയാസം കൂടി നിങ്ങൾ പറയണ്ടേ? തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹൈദർ അലി ശിഹാബും ഉമർ അലി ശിഹാബും ഇവിടെ തോന്നിയാസം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മോ മധുഹോ? വിശദീകരിക്കുന്നില്ല. ഏറ്റവും അവസാനം ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന കൂറ്റമ്പാറ മുസ്ലിയാർ, അദ്ദേഹം മലപ്പുറത്ത് വെച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു പ്രസംഗം. എന്താ അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങള്? ആ വേദിയിലും ചില അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അവരെ കൂട്ടിയിട്ട് പറയാണ്, ഞങ്ങളെ കൂട്ടത്തിലും തങ്ങന്മാരുണ്ട്, എന്നാൽ നിങ്ങളെ കൂട്ടത്തിലുള്ള തങ്ങന്മാരന്മാർ ഞങ്ങളെ കൂട്ടത്തിലില്ല. എന്താ നിങ്ങളെ കൂട്ടത്തിലെ തങ്ങന്മാരെ പ്രത്യേകത? അത് രാഷ്ട്രീയക്കാരെ വേദിയിലും പോയിരിക്കും, മതസംഘടനയിലും പോയിരിക്കും. രാഷ്ട്രീയക്കാർക്ക് ഒത്തത് രാഷ്ട്രീയത്തിൽ പറയും, മതക്കാർക്ക് ഒത്തത് മതത്തിൽ പറയും. അതാദ്യം അദ്ദേഹം പറയട്ടെ എന്നിട്ട് എനിക്കൊന്ന് പറയാം. അടുത്തൊരു സമയമില്ല. എന്താണ് കൂറ്റമ്പാറത്ത് അദ്ദേഹം പറഞ്ഞത്? ഒരു ഭാഗത്ത് വന്നാൽ രാഷ്ട്രീയ വേദിയിലിരിക്കും, പിന്നെ വന്നാൽ ചേളാരിൽ ഓഫീസിലിരിക്കും. അങ്ങനെ രണ്ട് മുഖമുള്ള തങ്ങന്മാര് ഞങ്ങൾക്കില്ല. ഞാൻ പറയട്ടെ, ഇന്നുവരെ സമസ്ത കേരള ജംഇയ്യത്തുലമായ ഒരു മുസാവറയിലും ലീഗിന്റെ അജണ്ട ചർച്ച ചെയ്തിട്ടില്ല. ലീഗിന്റെ ഒരു യോഗത്തിലും സമസ്തയുടെ മുസാവറയിലെ തീരുമാനങ്ങളും ചർച്ച ചെയ്തിട്ടില്ല.
രണ്ടും രണ്ടാണ്. മതത്തെയും രാഷ്ട്രീയത്തെയും രണ്ടിനെയും കൊണ്ടുപോകേണ്ട രൂപത്തിൽ അന്തസ്സോടെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു നേതൃത്വമുണ്ടെങ്കിൽ അത് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. അതിന് നിങ്ങളെ അഹങ്കാരം നടിച്ചിട്ട് കാര്യമില്ല, അതിന് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങളെ മാതിരി ഓന്തിന്റെ മാതിരി നേരെ നമ്മൾ മാറുന്ന ആളുകളല്ല. രാഷ്ട്രീയം നിർത്തിയാൽ രാഷ്ട്രീയത്തെ കൊണ്ടുപോകേണ്ടതുപോലെ കൊണ്ടുപോകാനും മതസംഘടനയെ കൊണ്ടുപോകേണ്ടതുപോലെ കൊണ്ടുപോകാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ മാതിരി ഗാനമേള ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങളുടെ അംഗന്മാർ പോയിട്ടില്ല. എന്നാ ഉള്ള ഞങ്ങൾ പോയിട്ടില്ലേ? ഇത് പറയിപ്പിച്ചുകൊണ്ടായി പറയണത്. മരിച്ചുപോയവരെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഗാനമേളയും കുച്ചുപ്പുടിയും മോഹിനിയാട്ടവും പ്രച്ഛന്ന വേഷവും നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഫാത്തിഹോദി ദ്വാരക്കാൻ ബഹുമാനപ്പെട്ട ഉള്ള ഞങ്ങൾ പോയിട്ടില്ലേ? നമുക്കിവിടെ ആരോടും വിയോജിപ്പില്ല. നമ്മളിതൊരു വേദിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ പറയേണ്ടി വന്നതുകൊണ്ട് പറയാം. അദ്ദേഹം ദർസ് നടത്തിയിരുന്ന ഉള്ളാളെ പള്ളിയുടെ സമീപത്തുള്ള ദർഗയോടനുബന്ധിച്ച് നടന്ന അവിടുത്തെ ഒരു സ്ഥാപനത്തിന്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹം പ്രാർത്ഥന നടത്തി പോകുന്ന വേദിയിൽ പിന്നെ എന്താ നടന്നതെന്ന് ഞാൻ വിശദീകരിക്കണില്ലെന്ന് കണ്ടോളൂ. പാണക്കാട്ടുകാരെ പറയുമ്പോൾ കുറച്ചൊക്കെ ആലോചിക്കണം എന്നല്ലാണ്. ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಮಾಜಿ ಉನ್ನತ ಶಿಕ್ಷಣ ಸಚಿವರಾದ ಸನ್ಮಾನ ಶ್ರೀ ಡಿ ಎಂ ವೈದ್ಯರು, ಪ್ರೊಫೆಸರ್ ಎಂ ಎ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಅವರು, ಉಲ್ಲಾಸ ಕ್ಷೇತ್ರದ ಜನಪ್ರಿಯ ಮಾಜಿ ಶಾಸಕರಾದ ಜನ ನೇಮಿ ಖಾದರ್ ಅವರು ನಮ್ಮೊಂದಿಗೆ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ഈ പണി പാണക്കാട്ടുകാർ ചെയ്തിട്ടില്ല. പാണക്കാട് കുടുംബത്തെ അധിക്ഷേപിക്കുമ്പോൾ ഇതൊക്കെ നോക്കണമായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഞങ്ങൾ ഇതുവരെ ഇതൊന്നും സമുദായത്തെ കേൾപ്പിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് പച്ചക്കളവ് പറയുമ്പോൾ നമ്മളിത് കേൾപ്പിക്കാനും കാണിക്കാനും നിർബന്ധിതരായതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുങ്ങള്, മഹാനായ പുണ്യപ്രവാചകന്റെ സന്താന പരമ്പരയിൽപ്പെട്ട അഹ്ലുൽ ബൈത്തിന്റെ ശക്തമായ നേതൃത്വമാണ് കേരളീയ സമൂഹത്തിനുള്ളത്. അത് മുന്നോട്ട് പോയാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ ആക്രമണത്തിൽ നടന്നത്. ഏറ്റവും അവസാനം നോക്കൂ നിങ്ങൾ, ഏറ്റവും അവസാനം ഇവിടെ തിരുരങ്ങാടി പള്ളി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടന്ന സംഭവം കണ്ടില്ലേ അല്ലേ? തിരുരങ്ങാടി പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഹൈദരലി ശിഹാബ് തങ്ങൾ ആ പള്ളി ഉദ്ഘാടനത്തിന് വന്നില്ലെന്ന് പറഞ്ഞ് അവിടെ കൂടിയ ആളുകളുടെ മുമ്പിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകളെ വളരെ മോശമായി ചിത്രീകരിച്ചില്ലേ? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഞങ്ങൾ പള്ളിയിൽ കാരണം ക്ഷണിച്ചിട്ട് ഹൈദരലി തങ്ങൾ വന്നില്ല, തങ്ങൾ പൈസന്റെ ആളാണ്, പൈസ ഉള്ളവരെ മുതലാളിമാരെ കല്യാണത്തിനേ പോവുള്ളൂ, സാധുക്കളിൽ പള്ളി ഉണ്ടാക്കി ഉദ്ഘാടനത്തിന് വന്നില്ല എന്ന് പറഞ്ഞ് തങ്ങൾ നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? എന്താ വസ്തുത? കാന്തപുരം വിഷയം പറയട്ടെ എന്നോട് പറയാം. അതുപോലെ പാണക്കാട് തങ്ങളിൽ 10-ലധികം സ്ഥലത്ത് വലിയ മഹാരാജന്മാരുടെ കല്യാണത്തിൽ ഞാൻ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഒരാൾ ജില്ലാലെയും ഒരാൾ അവിടെ ചേച്ചി പങ്കെടുത്തിരുന്നതല്ല, സാധുക്കളുടെ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാത്രം ചേച്ചി പങ്കെടുത്തുകൂടാന്ന് പറഞ്ഞാൽ ആരോ ഒക്കെ എന്തോ പറഞ്ഞുണ്ടാക്കുന്നത് അത് ഈ സീതന്മാർ പെട്ടുപോകാൻ. എന്താ പറഞ്ഞത്? ഞാനും ഹൈദരലി തങ്ങളും മുതലാളിമാരെ കല്യാണത്തിന് 10ഓളം മുതലാളിമാരെ കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ട്.
അതില് മുതലാളിമാരെ കല്യാണത്തിന് പങ്കെടുക്കുന്നതിന് തങ്ങൾക്ക് പ്രയാസമില്ല. ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയപ്പോ ആ പള്ളിയിൽ കാണത്തിന് വന്നില്ല. ഇത് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ സപ്ലിമെന്റ് ആണിത്. അവരുടെ പള്ളി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ സപ്ലിമെന്റാണ്. ഈ സപ്ലിമെന്റിൽ പള്ളി ഉദ്ഘാടന സമ്മേളനത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ അവർ ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കാതെങ്ങനെ തങ്ങൾ വരും? പള്ളി ഉദ്ഘാടന സമ്മേളനത്തിൽ തങ്ങൾ ക്ഷണിച്ചിട്ടില്ല. എന്നിട്ട് പറയാണ് എന്റെ കൂടെ വേദി പങ്കെടുന്നതിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് തങ്ങൾ വിളിച്ചിട്ട് വന്നില്ല. എന്നാ നിങ്ങൾ തങ്ങളെ വിളിച്ചത്? തങ്ങളെ വിളിച്ചതെന്നാണ്. ഇത് സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? തങ്ങൾ അവരുടെ ആളുകൾക്ക് മുമ്പിൽ മോശമായി ചിത്രീകരിക്കുക എന്നതാണ് എന്നും നിങ്ങളുടെ അജണ്ട ഉണ്ടായിട്ടുള്ളത്. ആ അജണ്ടയാണ് നിങ്ങൾ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ മെയ് 30 ശനിയാഴ്ച 7 മണിക്ക് ഖുർആൻ സെമിനാർ, അതിൽ പങ്കെടുക്കുന്ന ആളുകളെ പേര്. മെയ് 31 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് തസൗഫ് സംഗമം, അതിലേതാനും ആളുകളെ പേര്. അങ്ങനെ വന്ന് മെയ് 31 ഞായറാഴ്ച 7 മണിക്ക് ചരിത്ര സെമിനാർ. മെയ് 31 ഞായറാഴ്ച 7 മണിക്ക് ചരിത്ര സെമിനാർ, അതിൽ പങ്കെടുക്കേണ്ട ആളാണ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. പിന്നെ പോന്ന് പള്ളി ഉദ്ഘാടന സമ്മേളനത്തിൽ ഒരുപാട് ആളുകളെ പേര് കൊടുത്തു. ഹൈദരലി ശിഹാബ് തങ്ങളെ പേരതിലില്ല. എന്നിട്ട് ഈ പച്ചക്കള്ളം അന്നത്തെ പ്രസംഗത്തിൽ നടത്തി മഹാനവറുകളെ കൊച്ചാക്കാനുള്ള പണിയാണ് നടത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കറിയാം, കേരളത്തിന്റെ എന്നല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കായ ആളുകൾ പാണക്കാട്ടേക്ക് രാവും പകലും ദിവസ വ്യത്യാസങ്ങളില്ലാതെ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ അവരെ കാരന്തൂരിലേക്കോ കാന്തപുരത്തേക്കോ തിരിക്കാനുള്ള ഗൂഢമായ ലക്ഷ്യമാണ് എന്നും ഇവർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഇവർക്കെതിരെയുള്ള കൊഞ്ഞനം കുത്തലെന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ അബ്ദുറഹ്മാൻ ദാരിമി പറഞ്ഞത്, ദാരിമിയാണ് അല്ലേ എന്നതൊക്കെ നമുക്ക് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാം. അബ്ദുറഹ്മാൻ ദാരിമി ഇവിടെ പറഞ്ഞത് ഞങ്ങൾ ഒരാളെയും ചീത്ത പറയാറില്ല എന്നാണ്. നോക്കൂ, നിങ്ങൾ പലപ്പോഴും നമ്മൾ പല വേദിയിലും കേൾപ്പിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ മനസ്സ് വേദനിക്കുന്ന രൂപത്തിൽ, നമ്മുടെയൊക്കെ മനസ്സ് സങ്കടപ്പെടുന്ന രൂപത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. എന്താണത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ സാത്വികന്മാരായ പണ്ഡിതന്മാർ, നിഷ്കളങ്കരായ പണ്ഡിതന്മാർ, കോയക്കുട്ടി ഉസ്താദിനെ പോലെ, ചെറുശ്ശേരി ഉസ്താദിനെ പോലെ, തങ്ങൾ ഉസ്താദിനെ പോലെയുള്ള സാത്വികന്മാരായ പണ്ഡിതന്മാരും അവരെ പിന്തുണക്കുന്ന അനുയായികളും പട്ടിപ്പാല് പോലെയാണെന്ന് മലയാളത്തിൽ പ്രസംഗിച്ച ആളാണ് ഇവിടെ വന്ന് പ്രസംഗിച്ച കൂറ്റമ്പാറക്കാരനെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ മുസ്ലിയാർ പറയാൻ പാടുള്ളൂ. പറയട്ടെ. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മുടെ നാടുകളിലൊക്കെ വളർത്തുന്ന ഒരു ജീവിയാണ് പട്ടി. പട്ടി പ്രസവിച്ചു കുട്ടികൾ ഇഷ്ടം പോലെ. പട്ടിക്ക് അള്ളാഹുവിനെ കൊടുത്തിരിക്കുന്ന പാലാണെങ്കിലോ ഹൗലിനരികൾ ടാപ്പ് വെച്ച മതി വരി വരിയായി. പക്ഷേ പട്ടിയുടെ പാല് പട്ടിക്കും പറ്റിന്റെ കുട്ടിക്കും മാത്രം. ഇതുപോലെ ഞാമത്ത് കൊടുത്തിരിക്കുന്ന ആളുകൾ അപ്പുറത്തിരിക്കുന്നതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? പട്ടിക്കും പട്ടിന്റെ കുട്ടിക്കും സമുദായത്തിന്റെ മധ്യത്തിൽ സമസ്തയെയും സമസ്തയുടെ അനുയായികളെയും ഉദാഹരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കാണ് അല്ലേ? പട്ടിന്റെ ഔത്തിൽ കുറെ മുലണ്ടാകും, ഇതേപോലെ ആളുകൾ കുറെ ഉണ്ടാകും. ഇങ്ങനെയുള്ളവരാണ് മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ. എന്നിട്ട് പട്ടി പ്രസവിച്ചു കുട്ടികൾ ഇഷ്ടം പോലെ. പട്ടിക്ക് അള്ളാഹുവിനെ കൊടുത്തിരിക്കുന്ന പാലാണെങ്കിലോ ഹൗലിനരികൾ ടാപ്പ് വെച്ച മതി വരി വരിയായി. പക്ഷേ പട്ടിയുടെ പാല് പട്ടിക്കും പറ്റിന്റെ കുട്ടിക്കും മാത്രം. ഇതുപോലെ ഞാമത്ത് കൊടുത്തിരിക്കുന്ന ആളുകൾ അപ്പുറത്തിരിക്കുന്നതാണ്. എന്നാൽ നാം വളർത്തുന്ന മറ്റൊരു ജീവിയാണ് പശു. പശു പ്രസവിച്ച് നോക്കുമ്പോൾ ഇത്രയൊന്നും അതിന് സൗകര്യങ്ങളില്ല. ആകെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന നാലേ ഉള്ളൂ. നാരണത്തിൽ നിന്ന് പാല് ചുരത്തിയപ്പോൾ അത് ആർക്കെല്ലാമാണ്? നമ്പൂരിക്കും പറ്റും, നായർക്കും പറ്റും, ഡോക്ടർക്കും പറ്റും, രോഗിക്കും പറ്റും, അത് തങ്ങൾക്കും പറ്റും, ഒഴിയാർക്കും പറ്റും, അത് ശേഖനും പറ്റും, മുനീരിനും പറ്റും, അത് കുയിക്കൾക്കും പറ്റും, ശിക്ഷനും പറ്റും. അന്നങ്ങൾ പലപ്പോഴും നമ്മൾ കേൾപ്പിച്ചതാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സമസ്തയും സമസ്തയുടെ ആളുകളും പട്ടിപ്പാല് പോലെയാണ്. പട്ടിപ്പാല് എന്ന് പറഞ്ഞാൽ പട്ടിക്കും പട്ടിന്റെ കുട്ടിക്കേ പറ്റുള്ളൂ എന്നതുപോലെ സമസ്ത എന്ന് പറഞ്ഞാൽ സമസ്ത ആലിമീങ്ങൾ അത് അവർക്ക് മാത്രമുള്ളതാണ്. അത് ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല. ഞങ്ങൾ പശുവിൻ പാല് പോലെയാണ്. പശുവിൻ പാല് എല്ലാവർക്കും പറ്റും എന്നതുപോലെ ഞങ്ങളെ എല്ലാ ആളുകൾക്കും പറ്റും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സമസ്തയുടെ സമുന്നതന്മാരായ നേതാക്കന്മാരെ
പട്ടിയോട് ഉപമപ്പെടുത്തിയത് കേരളത്തിന്റെ മണ്ണിൽ കൂറ്റമ്പാറ മൗലവി മാത്രമാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം. സംഘടനാപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ, സംഘടനാപരമായ വിദ്വേഷത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാവോ? മഹാ അബദ്ധമാണ്. നമ്മൾക്കറിയാം, ഈ മഹിതമായ സംഘടന ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത്, ഈ സംഘടന ഒത്തൊരുമയോടെ പോകുന്ന സമയത്ത് ഇതിൽ നിന്ന് മാറിപ്പോയ ആളുകൾ, വേറൊരു സംഘടന ഉണ്ടാക്കിയ ആളുകൾ, അന്നവര് പറഞ്ഞിരുന്ന ആരോപണങ്ങളിൽ 2 ആരോപണങ്ങളിൽ ഒന്ന് രാഷ്ട്രീയ ബന്ധമായിരുന്നു. അല്ലേ? മഹാനായ ശംസുലുലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നു, മുസ്ലിം ലീഗിന്റെ വാലാക്കി കൊണ്ടുപോകുന്നു എന്ന ആരോപണമാണ് അന്ന് ആരോപിച്ചിരുന്നത്. പക്ഷേ ആ ആരോപണം ഇന്ന് 10 മടങ്ങ് ശക്തിയോടുകൂടെ അവരിലേക്ക് തിരിച്ചു വന്നൊരു സാഹചര്യമാണ്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ 6-ാം തീയതി പുറത്തിറങ്ങിയ മാതൃഭൂമി പത്രം, കഴിഞ്ഞ 6-ാം തീയതി പുറത്തിറങ്ങിയ മാതൃഭൂമിയാണത്. എന്താണ് അതിലുള്ളത്? പിണറായിയും കൊടിയേരിയും കാന്തപുരവും തമ്മിൽ അടുത്ത ദിവസം ചർച്ച നടത്താൻ പോവാണ്. എന്തിനു വേണ്ടി? കാന്തപുരം വിഭാഗത്തിന്റെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊടുക്കാൻ വേണ്ടി ചർച്ചക്കൊരുങ്ങാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ചർച്ച ചെയ്തോളി പൊന്നാര ഹബീബന്മാരെ, ഞമ്മക്കതിന് വെറുപ്പുണ്ടായിട്ടല്ല. പക്ഷേ നിങ്ങൾ പഴയ കാലത്ത് പറഞ്ഞിരുന്നത് മഹാനായ ശംസുൽ അടക്കമുള്ള ആളുകൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നത്. അവസാനം പോയി എവിടെത്തിയാൽ നിങ്ങള്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരെ മർക്കത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി പിന്തുണയുടെ ആദ്യപടി ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആലോചിച്ചു നോക്കണം. രാഷ്ട്രീയവുമായി ഒരു ബന്ധം പാടില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ ഈ സമുദായത്തെ എത്രയോ വേദനിപ്പിച്ചവർ ഇന്ന് രാഷ്ട്രീയക്കാരുമായി ചർച്ച നടത്തി. ചർച്ചക്ക് പോയ 2 ആൾക്കാർ, KT ജലീലും PT റഹീമും പറഞ്ഞു, ഞങ്ങൾ ഉസ്താദുടെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, എന്റെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്, അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. കാന്തപുരത്തോട് ചോദിച്ചു, ഇവരെന്തിനാ വന്നത്? ഒരു സാധാരണ വരുമ്പോലെ വന്നതാണ്. നോക്കിയാൽ നിങ്ങളൊന്ന് ഉടഞ്ഞൊരു വലുപ്പം. ഇന്ന് അവിടെങ്കിലും ഒരു സത്യം പറഞ്ഞൂടെ? അത് നിങ്ങൾ നിരവധി മാറ്റത്തിന്റെ സൂചന നൽകി കാന്തപുരം ഇടത് MLA-മാരുമായി ചർച്ച നടത്തി. കാന്തപുരം മർക്കസിലെത്തിയാണ് MLA-മാരായ KT ജലീലും PT റഹീമും കാന്തപുരത്തെ കണ്ടത്. കാന്തപുരം കാണാൻ പറഞ്ഞതുകൊണ്ടാണ് വന്നതെന്നും കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായെന്നും MLA-മാർ പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഇടത് MLA-മാർ കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തിയത്. കാന്തപുരം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കാണാനെത്തിയതെന്ന് KT ജലീൽ MLA പറഞ്ഞു. ഒന്ന് കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ വന്നു, സംസാരിച്ചു. ഇടക്കാലത്ത് മുസ്ലിം ലീഗിന് അനുകൂലമായി കാന്തപുരം നിലപാട് മാറ്റിയിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ജലീൽ ഇങ്ങനെ പ്രതികരിച്ചു. അങ്ങനെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തേണ്ട കാര്യം കാന്തപുരത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് PT റഹീം MLA-യും പറഞ്ഞു. ഇടതുപക്ഷം ശക്തിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് സംബന്ധിച്ചിടത്തോളം ഉസ്താദ് എപ്പോഴും ഒരു ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നാണ് ആളാണ്. എന്നാൽ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായിട്ട് പറയാൻ. അത് സംബന്ധിച്ചിടത്തോളം ഉസ്താദ് എപ്പോഴും ഒരു ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നാണ് ആളാണ്. എന്നാൽ MLA-മാർ ഇടയ്ക്കിടെ തന്നെ കാണാവുന്നതും ഇപ്പോഴൊന്നും പറയാനില്ലെന്നുമായിരുന്നു കാന്തപുരത്തിന്റെ പ്രതികരണം. നേരത്തെ ഇടതുപക്ഷത്തിന് അനുകൂലമായി രാഷ്ട്രീയ നിലപാട് എടുക്കാറുണ്ടായിരുന്ന കാന്തപുരം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തി വരികയായിരുന്നു. MLA-മാരെ വിളിച്ചു വരുത്തിയുള്ള കൂടിക്കാഴ്ച ഇടതുപക്ഷവുമായി വീണ്ടും അടുക്കാൻ കാന്തപുരം ആഗ്രഹിക്കുന്നുവെന്നാണ് നൽകുന്ന സൂചന. റിപ്പോർട്ടർ, കോഴിക്കോട്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരുമായി അടുത്തോളൂ, പക്ഷേ നിങ്ങളിവിടെ കർണാടകയിൽ ചെയ്ത പണി നിങ്ങൾ ചെയ്യരുത്. ഇവിടെ കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരറിയണം, എന്താ അവര് കർണാടകയിൽ ചെയ്ത പണി അറിയങ്ങള്? കഴിഞ്ഞ ദിവസം സുപ്രഭാതം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ സുപ്രഭാതം റിപ്പോർട്ട് ചെയ്തതിന്റെയും അപ്പുറത്താണ് കാര്യങ്ങളെന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ചുകൊണ്ട് സംസ്ഥയുടെ റേഞ്ച് ഭാരവാഹികൾക്ക് നടത്തിയൊരു സാരഥി സംഗമം ഉണ്ടായിരുന്നു. ആ സാരഥി സംഗമത്തിൽ ബഹുവന്യരായ സംസ്ഥയുടെ നേതാവ് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് കാര്യങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു. എന്താ സംഭവം? RSS-നെ കൂട്ടുപിടിച്ച് കർണാടകയുടെ പല ഭാഗങ്ങളിലുമുള്ള സമസ്തയുടെ മദ്രസ കയ്യേറാനും ആ മദ്രസക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനും RSS-നെ കൂട്ടുപിടിച്ചു. ഇവരൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? RSS-നെ കൂട്ടുപിടിച്ചു എന്ന് മാത്രമല്ല,
സമസ്തയുടെ മദ്രസയിൽ ദേശവിരുദ്ധ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നാ പറഞ്ഞത്. ദേശവിരുദ്ധ കാര്യങ്ങൾ ഏറ്റവും വലിയ കുറ്റമാണ്, ക്രിമിനൽ കേസാണ്. സമുദായത്തിന്റെ ഈ രാജ്യത്തിന്റെ നിലനിൽക്കുന്ന രാജ്യത്തിന് ഒറ്റിക്കൊടുക്കുന്ന കുറ്റം ഏറ്റവും വലിയ കുറ്റമാണ്. കോടതിയിൽ കേസ് കൊടുത്തില്ല, നിങ്ങൾ കേസ് ഫയൽ ചെയ്തില്ലേ? വക്കീൽ ചോദിച്ചു തെളിവെന്താണ്? എന്താ നിങ്ങൾ കൊണ്ടേ കൊടുത്ത തെളിവ്? സമസ്തയുടെ പാഠപുസ്തകത്തോടൊപ്പം പരിശുദ്ധ ഖുർആനും ദേശവിരുദ്ധ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ പരിശുദ്ധ ഖുർആനാണ് നിങ്ങൾ ഹാജരാക്കിയത്. നിങ്ങൾ അറിയോ സംഭവം? സമസ്തയുടെ മദ്രസയിൽ ദേശവിരുദ്ധ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് തെളിവെന്താണ്? പാഠപുസ്തകമുണ്ട്. ആ പാഠപുസ്തകം ഹാജരാക്കുന്ന കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സമസ്തയുടെ മദ്രസയിൽ ദേശവിരുദ്ധ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കിതാബാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ പേടിക്കല്ലേ? സുപ്രഭാതം എന്നൊരു പത്രമുണ്ടായതുകൊണ്ടാണ് ഈ വിവരങ്ങൾ കുറച്ചെങ്കിലും നമ്മൾ അറിയാൻ തുടങ്ങിയത്. നിങ്ങളുടെയൊക്കെ ലക്ഷ്യം അള്ളാന്റെ ദീന തകർക്കലാണ്. കർണാടക യാത്രയോടുകൂടെ കർണാടകയുടെ പല ഭാഗത്തും നിങ്ങളുടെ കോട്ടകൊത്തരങ്ങൾക്ക് വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ പല അടയാളങ്ങളിൽ ഒരടയാളമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സുപ്രഭാതത്തിന്റെ വാർത്ത, വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകളിൽ രാഷ്ട്രവിരുദ്ധ പാഠങ്ങൾ പഠിപ്പിക്കുന്നതായി കാന്തപുരം വിഭാഗം കർണാടക ഹൈക്കോടതിയിൽ. ഇതേ തുടർന്ന് ഇതിന്റെ റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. സമസ്തയുടെ സിലബസിൽ പഠനം നടത്തിവരുന്ന മൂടബദ്രിക്കടുത്ത ഗുണ്ടൂർ മദ്രസ കാന്തപുരം വിഭാഗം കൈയേറിയിരുന്നു. ഇത് പിന്നീട് സമസ്തയുടെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തു. ഗുണ്ടുകൽ മദ്രസ കൂടാതെ ബോളിയാർ, ബീട്ടികൈ, കടക്കമേജർ, പട്ടനൊടുക്ക പ്രദേശങ്ങളിലെ സമസ്തയുടെ കീഴിലുള്ള മദ്രസകൾ കൂടി കാന്തപുര വിഭാഗം കൈയേറാൻ ശ്രമിച്ചിരുന്നു എന്ന വാർത്ത പത്രത്തിൽ വന്നു. നമ്മൾ ആലോചിക്കണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കക്കോവ് പള്ളിയുടെ പ്രശ്നത്തോടനുബന്ധിച്ച് അവിടെ നടന്ന പള്ളി കമ്മിറ്റിയുടെ യോഗത്തിൽ അവിടുത്തെ ഏറ്റിക്കാരനായ ഒരാള് പള്ളി കമ്മിറ്റിയുടെ മിനിറ്റ്സും കൊണ്ടോടി. കക്കോവിൽ മിനിറ്റ്സും കൊണ്ടോടി. നമുക്കെന്താ ചെയ്യാൻ കഴിയുക? നമുക്ക് നിയമപരമായ കാര്യങ്ങൾ നേരിടാനേ കഴിയൂ. അവിടുത്തെ നമ്മുടെ പ്രവർത്തകന്മാർ പോലീസിൽ പരാതി കൊടുത്തു. ഇതാ ഒരു മനുഷ്യൻ ഇവിടെ പള്ളിയുടെ മിനിറ്റ്സ് കൊണ്ടോടിയിട്ടുണ്ട്. കേസ് ഫയൽ ചെയ്തു. ആ അഡ്രസ്സും പേരും പറഞ്ഞു. പോലീസ് അവരുമായി ബന്ധപ്പെട്ടു. പിറ്റേന്ന് കൊണ്ടുവന്നു അല്ലേ? നമ്മൾ ആലോചിച്ചു നോക്കണം. അള്ളാന്റെ പരിശുദ്ധ ദീന തകർക്കുക എന്നതാണ്. നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ കൂട്ടുപിടിക്കേണ്ടവരാണ് RSSകാർ. നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് കൂടെ കൂട്ടേണ്ടവരാണ് RSSകാരും BJPക്കാരും. എന്തേ നിങ്ങൾക്കത് മനസ്സിലാകാതെ പോയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അറിയണം, വളരെ വ്യക്തം. ഞാൻ അതൊന്നും കൂടുതൽ പറയും. ഇവിടെ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇതിലുണ്ടാക്കിയ ചിക്കനൊരു കോലം, ഒരു സാധാരണ സമസ്തയുടെ മഹല്ല്. ആ മഹലിൽ സാധാരണ നടക്കണമാര് നിക്കാഹ് നടന്നു. സാധാരണ നാട് നടക്കണമാര് ആ മഹലിലെ ഖാളി, ആ മഹലിലെ മുഅദ്ദിൻ, ഈ പുതിയാപ്പിളുടെ വലിയ കമ്മിറ്റിക്കാർ, നാട്ടുകാർ കൂടി സാധാരണ നടക്കണമാര് പള്ളിക്കൊന്ന് നിക്കാഹ് നടന്നു. നിക്കാഹൊക്കെ നടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവിടുത്തെ മുടിവെള്ളം കൊടുത്ത കുട്ടികളായിരിക്കും. അവര് വന്നിട്ട് ഈ പുതിയാപ്പിളിനോട് പറഞ്ഞു, നമ്മൾ നേതാവാണ് ചിത്താരുസ്താദ് കൂടി നമുക്ക് തബറുക്കിനൊരു നിക്കാഹും കൂടി നടത്തണം എന്നാണ്. തബറുക്ക് ഈ നിക്കാഹ് ഔദ്യോഗികമായിട്ട് നടന്നത്. ഈ തബറുക്കിനൊരു നിക്കാഹ് ഇവൻ ആ കണ്ടം പൊട്ടു. ഈ നിക്കാഹ് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇവനും സമ്മതിക്കല്ലാതെ നിർവാഹില്ല. പിന്നെ അങ്ങനെയാണല്ലോ. അവസാന ചിത്താരി ഹംസ മുസ്ലിയാർ പള്ളിയിൽ വെച്ച് അതേ ആളെ കൊണ്ട് അതേ പള്ളിയെ വീണ്ടും നിക്കാഹ് ചെയ്തു. പട തല്ലടക്കുക. ഇറ്റങ്ങളെ വെറുതെ ഇടാൻ പറ്റുമോ? ആദ്യം നടന്ന നിക്കാഹിന്റെ വീട് കണ്ടോളിയാണ്. പുതിയാപ്പണ്ണൊക്കെ കണ്ടോടി. ഈ നിക്കാഹ് കഴിഞ്ഞു.
അവസാന ഉസ്താദ് തബറുക്ക് നിക്കാഹിന് വേണ്ടി ഇവനെ കൊടുന്നു. ഇവനോട് അവസാനം നല്ല രസമുണ്ടാ പരിപാടി. ഇവര് നിക്കാഹിന് ചെയ്ത ചൊല്ലി കൊടുത്തപ്പോൾ ചെല്ലുന്നില്ല. കലർക്ക് നിക്കാഹിനാണ് ഓനെ ബാക്കി എറിഞ്ഞാണ് ചെല്ലിച്ചത്. കണ്ടോളി. നോക്കിയാണിങ്ങള് ഇറ്റങ്ങള് വെറുതെ പെടാൻ പറ്റുന്ന ആലോചിച്ച് നോക്കിയാണ്. പിത്തനുണ്ടാക്കാൻ ഒരു മാർഗം കിട്ടില്ല എന്ന് കണ്ടപ്പോ നിക്കാഹ് തബറുക്കിന്റെ നിക്കാഹ്, അത് പുതിയൊരു മസാല. ഇക്കാലം വരെയുള്ള കിതാബിലൊന്നും യാതൊരു മസാലയാണ്. ചില്ലറാളല്ല, അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ച ആളാണ് ചിത്താരിയം സംശ്രയാർ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ച ആളാണ്. അതിന് പാത്തിയോട് വരുന്നത് വല്ല കാര്യമുണ്ടാവും. നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞ ഓരോരോ ഭാഗങ്ങളാണ്. എന്തിന്റെ പേരിലാണ് ഇതൊക്കെ? നാട്ടിൽ എങ്ങനെയെങ്കിലും ഫിത്തന ഉണ്ടാകുക എന്നുള്ളതാണ്. രണ്ടാടുകുട്ടികൾ മര്യാദക്കാണ് പോയാൽ ചെന്നായിക്ക് വലിയ സമാധാനം കിട്ടൂല. ആ രണ്ടാടുകുട്ടികൾ തമ്മിൽ കുത്തൂടെങ്കിലും ചെന്നായിക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. രണ്ടിന് തല പൊട്ടിയിൽ ചോര തുള്ളി കിട്ടിയാൽ നക്കാലോന്ന് കരുതി നടക്കുകയാണ് ചെന്നായിക്ക്. ഈ സ്വഭാവമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ രൂപത്തിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ കരളിന്റെ കഷ്ണമായ സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും കച്ചവടവൽക്കരിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഇനി ഇവിടെ നിന്നാൽ പാരത്രികമായ മോക്ഷം കിട്ടൂരാന്ന് കരുതി പലരും ഇറങ്ങി. പലരും എന്നല്ല, പ്രമുഖരിൽ പലരും പോന്നു. സക്കാഫികൾ വരി വരിയായിട്ട് വന്നു. മൂത്ത സക്കാഫികൾ പഴയത് താടി നേർച്ചത്, പുതിയത് സരദാർത്ത് കിട്ടിയത്, വരി വരിയായി സക്കാഫികൾ സമസ്തയിലേക്ക് വന്നു. ഇങ്ങനെയൊക്കെ പാടെ വന്നപ്പോ SSFന്റെ പ്രവർത്തകന്മാർ അങ്കരാപ്പിലാകാൻ തുടങ്ങി. അവർ ആശ്വസിപ്പിച്ചത് ഇവിടെ പ്രസംഗിക്കാൻ വന്ന കുറ്റം പറയാൻ ആശ്വസിപ്പിക്കുക. എന്താ ആശ്വസിപ്പിക്കുന്ന ആളുകൾ? ഞാനത് കേൾപ്പിച്ചു തരും. കുട്ടികളെ ഇങ്ങനെ ബേജാറാകണത് അത് ഹദിയ കൊടുത്തതാണ്. എങ്ങനെയുണ്ട്? അത് വലിയ മനസ്സതുള്ള ആളല്ലേ. ഒരു സക്കാത്തിന് ഹദിയ കൊടുത്തു, പിന്നെ ഒന്നും കൂടി കൊടുത്തു. അങ്ങനെ ഹദിയ കൊടുത്ത് ഓനെ ഇവന് മുസാവറയിലാക്കും. അങ്ങനെ 40 സക്കാത്തുകൾ ഇവിടുത്തെ മുസാവറയിൽ വരും. അങ്ങനെ വന്നാൽ ഈ മുസാവറ നമ്മൾതാകും, അത് നമ്മൾതാകും. അല്ലാഹു അക്ബർ. കാത്തു കുത്തർന്നോളി. ഇതിങ്ങനെ വള്ളത്ത് തുപ്പിയിട്ട് പരലിനെ പിടിക്കണമായിരിക്കുന്ന പരിപാടി അതിന്റെ കരുതി നിങ്ങൾ ആലോചിച്ച് ഈ കുട്ടികളെ ആ വാക്ക് ഇവിടെയും പ്രസംഗിച്ചിട്ടുണ്ട്. അതേ വാക്ക് ഇവിടെയും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, കുറ്റന്മാരെ പറയാം. സക്കാഫി കുത്തുപോകാൻ പാടില്ല, സക്കാഫി നിസ്കരിക്കാൻ പാടില്ല, സക്കാഫികളെ കാണാൻ പാടില്ല, സക്കാഫിനെ നാട് കടത്തും, സക്കാഫിനെ പിരിച്ചുവിടും, സക്കാഫി പള്ളി കയറിയാൽ പള്ളി കഴുകും. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം. അങ്ങനത്തെ കാലഘട്ടം ഉണ്ടായാൽ അത് ചെയ്യും. അതിന് പേടി, അതിന് ബേജാറൊന്നും വേണ്ട. പിരിച്ചുവിടേണ്ടി വന്നാൽ പിരിച്ചുവിടും, പള്ളി കഴുകേണ്ടി വന്നാൽ പള്ളി കഴുകും. അവൻ കൂടുതൽ പറയിപ്പിക്കണ്ട, ചെയ്യേണ്ടത് ചെയ്യേണ്ടി വരും. കാലഘട്ടം. അപ്പൊ ഒരു സക്കാഫിനാണ് കൊടുത്തപ്പോ ഭയങ്കര സ്വീകരണം സക്കാഫിക്ക്. സക്കാഫിക്ക് അവിടെ അംഗീകാരം ഉണ്ട് എന്ന് കണ്ടപ്പോ രണ്ടാമത്തേനും കൊടുത്തു. അംഗീകാരം ഉണ്ട് എന്ന് കണ്ടപ്പോ മൂന്നാമത്തേനും കൊടുത്തു. ഇപ്പൊ എന്താ സംഭവം കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ നമ്മളേതായാലും സക്കാഫികൾക്ക് വേണ്ടി AP ഗ്രൂപ്പിന് വേണ്ടി അല്ലാഹു അക്ബർ പറയും. ഇപ്പൊ മറ്റവരും പറഞ്ഞു അല്ലാഹു അക്ബർ സക്കാഫിലിടുന്നു. ഒരു വണ്ടിയാണ് കുഴപ്പം അപ്പൊ അത് സക്കാഫിയല്ല, ഈ രണ്ടാമത്തെ അത് സക്കാഫിയല്ല, മൂന്നാമത്തെ അല്ലാഹു അക്ബർ ഓടികത്തിനും കൂടി ഇങ്ങനത്തെ തെറ്റ് നമ്മൾ കേട്ടില്ല. ആർക്കാരും തെറ്റുകാർ ആർക്ക് സക്കാഫികൾ കപ്പുസ്താദിനും തോന്നില്ല. കുറച്ചാളെ കൊടുത്ത അങ്ങനെയൊക്കെ തെറ്റത്തിനായി. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിങ്ങൾക്ക് ആളെങ്ങനെ തരും. തന്ന് 40 പൂർത്തിയാകുമ്പോൾ 2 സമസ്തി ഒന്നാകും. 40 400-ലധികം സഖാഫികളായിട്ടുണ്ട്. അറിഞ്ഞിട്ടില്ലേ? അത് ശരി. 40 പൂർത്തിയാകുമ്പോൾ 2 സമസ്തി ഒന്നാകുന്നല്ല സാധു. 40 400-ലധികം കഴിഞ്ഞിട്ടുണ്ട് സഖാഫികള്. അതുകൊണ്ടാണ് സനത് ഇങ്ങനെ കൊടുക്കുമ്പോ കാന്തപുരം സനത് പോക്ക് നോക്കുമ്പോ എന്റെ മൂത്തുക്ക് നോക്കും. കാരണം സനത് വാങ്ങി കഴിഞ്ഞിട്ട് ഇയാളെ തിന്നാനുള്ളതാണ്.
40 സഖാക്കൾ വന്നിട്ട് സമത്വം കാത്തു തന്നാ മതി. ഇതെന്തിനാ നിങ്ങൾ കുട്ടിയാണെന്ന് ആ സമാധാനിപ്പിക്കാനുള്ള പണിയാണത്. എന്നിട്ട് അവിടേക്കാണ് കാര്യം പോകുന്നത്. അതുകൊണ്ട് ആരുടെ പേരെ നമ്മളെ കുട്ടികൾ ചാടി കളിച്ചാൽ നിൽക്കണം. ഞങ്ങളൊന്ന് ശരി നമ്മളെ കുട്ടികൾ ഇതിനെപ്പറ്റി അന്തല്ലാതെ ചെലവിലൊക്കെ അങ്ങോട്ട് പോയി 10,000 ഒന്നിനും കൊടുത്തതാണ് പോയതാണ് ക്യാഷ്. പിന്നെ എന്താ കാര്യങ്ങള് ഓരോരോ സംഗതി ചാരിയത് മറക്കുന്ന ഞമ്മൊക്കെ നിന്നപ്പം വിഷയങ്ങളൊക്കെ അള്ളാ സുബ്ഹാനല്ലാ സല്ലല്ലാ ഉൽഹുവല്ലാ രാവിലെ വരാക്കുവത്തെ ഇല്ലാതില്ല അങ്ങനെയല്ലേ. ഓരോ കേന്ദ്രത്തേക്കാൾ പോയി പെട്ടു നോക്കുമ്പം അവിടുന്ന് കേൾക്കണതൊക്കെ ഇങ്ങനെ ഓരോ അപ്പൊ ഓര് സുബ്ഹാനല്ലാ ഇല്ലെന്ന് അള്ളാഹു ഇവിടുത്തെ രാമായണല്ലേ. ഇതിങ്ങനെ ആളുകളെ മുന്നിക്കിട്ട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. ഞങ്ങളെ കൂട്ടത്തിലേക്ക് കടന്നു വന്നപ്പോ അവര് പറഞ്ഞ വാർത്തകളും അവര് പറഞ്ഞ വിഷയങ്ങളുമൊക്കെ മാന്യതയുള്ള സദസ്സിന്റെ മുമ്പിൽ പറയാൻ ഞാൻ നാണിക്കുകയാ. കൂടുതലൊന്നും ആ വിഷയത്തിനെ പറ്റി പറഞ്ഞില്ല. ഇപ്പം കടന്നിട്ട് ഇങ്ങനെ സോഡാക്കുപ്പിന്റെ കൗത്തിന് കോട്ടി കുടുങ്ങിയ മാതിരി എപ്പോ ഏറ്റുകാരവസ്ഥ. സോഡാക്കുപ്പിന്റെ കൗത്തിന് കോട്ടി കുടുങ്ങി നോക്കി നിങ്ങൾ കീപ്പിട്ട് ഉറങ്ങുന്ന മേപ്പെട്ടും പോകില്ല. ആ കോട്ടി കിട്ടിയ തച്ചു വിളിച്ചു അമ്മാര് കോട്ടി കുടുങ്ങിയ നൗഷാദാശനെ കൊണ്ട് ഏറ്റുകാരെ കൊല്ലിയിൽ കുടുങ്ങിയ കോട്ടിയായി നൗഷാദാശനി. ഓനെ വളർത്താൻ വേണ്ടി നിങ്ങള് യാസിനോദി കൊണ്ടുവന്നു. സാധു ഒഴിവായി കിട്ടപ്പോ കത്തോതാണ് മുസാഫറെ. കത്തോതി കൊണ്ടിരിക്കാൻ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ പതനത്തിന്റെ തുടക്കമാണ് പുണ്യപ്രവാചകർ സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കച്ചവട കണ്ണോട് കൊണ്ടുവന്ന കള്ളമുടി കള്ളകേശം അത് പ്രവാചകന്റേതാണെന്ന് പറയാൻ നാഴികക്ക് 40 വട്ടം രാവും പകലും ഇല്ലാതെ ഓടി നടന്ന് പ്രസംഗിക്കാൻ വേണ്ടി സർവ്വ പിന്തുണയും കൊടുത്ത സാക്ഷാൽ നൗഷാദ് ഹസനി ഇന്ന് നിങ്ങൾക്കെതിരെ രംഗത്ത് വന്നത്, പരസ്യമായി രംഗത്ത് വന്നത് സമസ്തയുടെ കുരുത്തക്കേടാണ് എന്ന് പറയാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. കാരണം സമസ്തയുടെ ആലിമീങ്ങളെ ചീത്ത പറയാനും സമസ്തയുടെ ആലിമീങ്ങളെ കുറ്റം പറയാനും വേണ്ടി ഒരു കാലത്ത് നിങ്ങൾ സമസ്തയുടെ ആലിമീങ്ങളെ കുതിര കയറി കണ്ണിയത്തുസ്താദിനും ശംസുലുലമക്കും നിക്ക കണ്ണിയില്ലാതെ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കാൻ പറ്റുന്ന സാഹചര്യം പോലെ നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ അന്ന് അവരെ വേദനിപ്പിച്ചതിന്റെ തിക്തഫലമാണ് ഇന്ന് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മുസാവറ കൂടിയിട്ട് തീരുമാനിക്കാണ് നൗഷാദ് ഹസനിയെയും അയാളെ ശൈഖായ ഹാഫിസിനെയും ഒഴിവാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ട് നാടകം ഉണ്ടാക്കിയിട്ട് ആ നാടകം ക്ലിപ്പാക്കി പുറത്തിറങ്ങാം. ഉളുപ്പുണ്ടോന്ന് നമ്മൾ ചോദിക്കണേ. ഞാൻ നോക്കിക്കളൊരു ഹാല് ഒരു നാടകം മുസാഫറയിൽ ഒരാൾ നീച്ചിക്ക. ഇതൊക്കെ മുൻകൂട്ടിയുള്ള പ്ലാനാണ്. നീച്ചിട്ട് ഒരാൾ ചോദിക്ക എന്താ ഹാഫിസിന്റെ നൗഷാദിന് നമ്മുടെ തീരുമാനം എന്താണ്? നൗഷാദ് വല്ലാതെ പറയുന്നുണ്ട്. അപ്പൊ കാന്തപുരന്റെ തീരുമാനം പറയാ. ആ തീരുമാനം പറയുന്നതിന് മുമ്പ് ഉത്തരവാദപ്പെട്ട വേദിയിൽ വെച്ചാ പറയുന്നത് മുസാഫറ കൂടുന്നതിന് മുമ്പ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഹാഫിസിനെ വിളിച്ചിട്ടുണ്ട്. ഹാഫിസ് എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബേജാറാകരുത്. ഈ മുസാവറ കൂടെ ഹാഫിസിനെ വിളിച്ചു. അന്നെപ്പറ്റി നിന്നെ ഒഴിവാക്കിയത് മുസാവറയിൽ തീരുമാനിക്കും. ആ നിർബന്ധിത സാഹചര്യങ്ങൾ തീരുമാനിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന പണി നിങ്ങൾ എടുത്തോളൂ വേണ്ടിട്ടോ. അതായത് നൗഷാദ് ഹസനി പൊന്മുളക്കും പേരോടിനുമെതിരെ ഉള്ള ഈ പ്രസംഗം നടത്തിക്കൊള്ളേണ്ടി പിന്തുണണ്ട്. പക്ഷെ മുസാവറയിൽ ഇതിങ്ങനെ പരസ്യമായി പറയാതിരിക്കാൻ പറ്റൂല. നമ്മൾ ആലോചിക്കണം എന്തായി മുസാഫറ എന്നൊക്കെ പറഞ്ഞാൽ. ഞങ്ങൾക്കറിയാം കണ്ണിയത്തുസ്താദിനും ശംസുലുൽമക്കുമെതിരെ വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ടാക്കിയ മുസാഫറക്കെതിരെ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ അരവിന്ദാക്ഷമേനോനെ കൊണ്ടുണ്ടാക്കിയ മുസാഫറയുടെ ഒരു ക്ലിപ്പേ പുറത്തു വന്നിട്ടുള്ളൂ. ഇനി ബാക്കി വരാനിരിക്കുകയാണ്. ആ നാടകം ഒന്ന് കണ്ടോളി നിങ്ങള്. സമസ്തകളുടെ മുമ്പ് തീരുമാനിച്ച തീരുമാനമാണ് ഇതോട്ട് ആശയത്തിന്റെ സംബന്ധിച്ച് ഏകീകരണമായൊരു തീരുമാനം എടുത്തതായിരുന്നു. പക്ഷേ മുസാദ് അതെല്ലാം പല സ്ഥലങ്ങളും പ്രചരിപ്പിക്കുന്നത് അത് പിന്മണ്ണിൽ പേരോട്ടിൽ ഒരു ഗുണതന്ത്രമായ പരിപാടിയാണ്. ഏകീകരണമായ തീരുമാനമല്ല. നേതാക്കന്മാരിൽ പല ആളുകളും ഏകീകൃത അടക്കമുള്ള ആളുകൾ അത് ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നെല്ലാം ഇന്ന് ഞങ്ങളോട് പറയുകയും ചെയ്യുന്നവർ പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി സമസ്തയുടെ തീരുമാനവും സമരയുടെ മറുപടിയാണ്. എന്താ അദ്ദേഹം ചോദിച്ചത്? നൗഷാദ് ഹസനിയും ഹാഫിസും ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്.
പൊന്മളക്കും പേരൂരിനുമെതിരെ പ്രസംഗിക്കുന്നുണ്ട്. അതിന് ഏത് ഉസ്താദിനെ പിന്തുണണ്ടെന്ന കേൾക്കണത്. അവരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയത് മൊത്തത്തിലുള്ള തീരുമാനമല്ല, അത് ഏതാനും ആളുകളുടെ തീരുമാനമാണെന്നാ കേൾക്കുന്നത്. എന്താണ് അതിന്റെ മറുപടി? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തിയും വളർച്ചയും ഉള്ളത് തന്നെ അൽഹംദുലില്ലാഹ് ഈ കാലം അത്രയും ഏകകണ്ഠമായ തീരുമാനമല്ലാതെ സമസ്തയിൽ എടുത്തിട്ടില്ല. ഒരു വിഷയത്തിലും എടുത്തിട്ടില്ല. എടുത്തത് തിരുത്തി പറയുകയോ മാറ്റിപ്പറയുകയോ ചെയ്യേണ്ടി വന്നിട്ടും ഇല്ല. അതാണ് സമസ്തയുടെ വളർച്ച. നൗഷാദ് അഹ്സനി എന്ന് പറയപ്പെടുന്ന ആൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച് എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ്. അദ്ദേഹത്തിൽ നിന്ന് ശരീഅത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയതുകൊണ്ട് അദ്ദേഹവുമായി വിട്ടുനിൽക്കേണ്ടതാകുന്നു എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ യാതൊരു ഇളവും ഇല്ല, യാതൊരു മാറ്റവും ഇല്ല. അത് പൊന്മളയോ ഞാനോ സയ്യിദലി ബാഫക്കത്തങ്ങളോ അതല്ലെങ്കിൽ കോട്ടൂർ കുഞ്ഞമ്മൂസ്യാരോ ഖലീൽ തങ്ങളോ മറ്റേതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ റയീസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാരോ അങ്ങനെ ഒരു വ്യക്തിയുടെ അഭിപ്രായമോ അഭിപ്രായത്തിനെതിരോ ഒന്നും അല്ല, ഏകകണ്ഠമായി തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നൗഷാദ് അഹ്സനിയെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കിയത് ഏകകണ്ഠ തീരുമാനമാണ്. നിങ്ങൾ പാലും മുട്ടയും കൊടുത്ത് വളർത്തിയ ഒരു പ്രഭാഷകനെ മുഷാവറ കൂടി ഒരുമിച്ച് കൂടി ഒഴിവാക്കേണ്ടി വന്ന ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നത് പുണ്യപ്രവാചകനെ കച്ചവടവൽക്കരിച്ചുകൊണ്ടാണ്. ഞങ്ങൾക്കൊരു കാര്യം മുറിച്ചു പറയാനുണ്ട്, അറച്ചു മുറിച്ചു പറയാനുണ്ട്. പുണ്യപ്രവാചകന്റെ പേരിൽ മർക്കസിൽ കൊണ്ടുവന്ന കള്ളക്കേശം അറബിക്കടലിലേക്ക് എന്നാണോ നിങ്ങൾ വലിച്ചെറിയുന്നത്, അന്നാണ് നിങ്ങൾക്ക് ഇവിടെ സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ. അല്ലാത്ത കാലത്തോളം പുണ്യപ്രവാചകന്റെ പേര് കള്ളത്തരം പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇനിയും ഈ സമുദായത്തിന്റെ മുമ്പിൽ നിങ്ങൾ മാനം കെടാൻ പോവുകയാണ്. അപ്പൊ ഇന്നെയും എന്റെ സ്നേഹനെയും പരസ്യമായി ഇതാ ഇവിടെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ നൗഷാദ് അഹ്സനി ഇവരെ വിട്ടില്ല, മുഷാവറക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു. നമ്മളൊക്കെ പറഞ്ഞ മേലെ നൗഷാദ് അഹ്സനി പറഞ്ഞല്ലേ, പറയട്ടെ. കഴിഞ്ഞില്ല എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത പണിയാണ് മുഷാവറയുടെ ക്ലിപ്പിറക്കിയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുഷാവറ സമസ്ത മുഷാവറകൾ നമ്മൾ ഉദ്ദേശിച്ചത് ഏകദേശം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തൊട്ട് ഇന്നുവരെയുള്ള ചരിത്രത്തിൽ മുഷാവറയുടെ വീഡിയോ ക്ലിപ്പ് കൊടുക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവസാനത്തിന്റെ തുടക്കമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. നിങ്ങൾ കേട്ടില്ല അങ്ങനെ? ഇത് മുഷാവറാണെന്ന മഹല്ലിനെ പറ്റി യോഗം എന്തിനൊക്കെ ഒരു മാന്യതല്ലേ? മുഷാവറയ്ക്കൊക്കെ ഒരു സ്വകാര്യതയില്ലേ? അതിലേറെ വലിയ രസമുണ്ടായോ? ഞാൻ ഇന്നേക്കാൾ ഒരു കാരണം ഞാൻ ക്ലിപ്പിടുന്നു എന്നതുകൊണ്ട്. ആരെ ക്ലിപ്പ്? വഹാബിന്റെ ക്ലിപ്പ്. സെക്കരിയാസിന്റെ ക്ലിപ്പിട്ട് എന്നോട് പ്രശ്നമാക്കിയ ആളുകൾ നിനക്കെങ്ങനെ മുഷാവറയുടെ ക്ലിപ്പിടാൻ പറ്റി? തോന്നിവാസമല്ലേ ചെയ്തത്? മുഷാവറ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരു സ്വകാര്യത, അത് പൊട്ടിക്കല ക്ലിപ്പൊക്കെ. ഇനി ഞാൻ ഇതിന്റെ കാര്യം എന്താ മുമ്പിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ശരിക്കൊന്നും കേട്ടോളൂ. ഇവിടുത്തെ എല്ലാ ഗൂഢാലോചനയും ഞങ്ങൾ പുറത്തുകൊണ്ട് എന്റെ ഒരു മനസ്സിലാക്കിയത് എത്രത്തോളം എ.പി. ഉസ്താദിനെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇത് പറയിപ്പിച്ചു എന്നതിന്റെ തെളിവാണ് മുഷാവറയുടെ ക്ലിപ്പ് നിങ്ങൾ പുറത്തുവിട്ട് ലോക ചരിത്രത്തിൽ ആദ്യമായി. ഞങ്ങൾ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ തളർന്നു പോകുമെന്നാണ് നിങ്ങൾ ധരിച്ചതെങ്കിൽ ഞങ്ങൾ 10 മടങ്ങ് ശക്തിയോടെ വരികയാണ്. നിങ്ങൾ 10 മടങ്ങ് ശക്തിയോടെ വരണമെന്ന് നമുക്ക് പറയാനുള്ളത്.
കാരണം നിങ്ങൾ രണ്ടുകൂട്ടൊന്ന് തല്ലി നിങ്ങൾ നമ്മളെ കുറച്ച് ഇറങ്ങാറാക്കിയിട്ടുണ്ട്. ഒത്തൊരുമിച്ച് പോകണ സമസ്തയെ ഭിന്നിപ്പിച്ച് ഈ സമസ്തയെ ഭിന്നിപ്പിച്ച് മഹല് രണ്ടെണ്ണാക്കിയിട്ടുണ്ട്. മദ്രസയ്ക്ക് അടച്ചുവരെ വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ പലിശ സഹിതമുള്ള വരുമാനമാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നോക്കിങ്ങള് ഞമ്മക്കെതിരല്ല മുസാബറ തീരുമാനമെടുക്കുന്നത്. അവര് വളർത്തിക്കൊണ്ടുവന്ന നൗഷാദ് ഹസനിയെ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയാൻ അവർ കൊണ്ടെന്ന് പറയുന്ന മുസാബറായോഗം കൂടേണ്ട ഒരു അധപ്പതനത്തിലേക്കാണ് അവരെ എത്തിപ്പെട്ടത് എന്നത് നൗഷാദ് ഹസനിന് മറുപടി പറയാണ്, ഞങ്ങൾ അടങ്ങി നിൽക്കൂല. നിങ്ങൾ അടങ്ങിക്കരുത്, നിങ്ങൾ അടങ്ങി നിൽക്കരുത്, നിങ്ങൾ ശക്തമായി രംഗത്ത് വരണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നിട്ട് നോക്കൂ, നിങ്ങൾ ഇങ്ങനെയുള്ള കലുഷിതമായ സാഹചര്യം ഇവിടെ ഉണ്ടായി, ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. മോനെ 11 ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, നാടിന് കുഴപ്പമുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കിയിട്ട് കാന്തപുരമേപ്പി അബൂബക്കർ മുസ്ലിയാർ കർണാടകയിൽ ചെന്നിട്ട് പറയാണ് ഞങ്ങൾ ഐക്യത്തിന് തയ്യാറാണ്. ഇത് കണ്ണിൽ കരണ്ട് പോയാലും മൂക്ക് കൂടൂതിയിട്ട് കാര്യമുണ്ടോ? കർണാടകയിൽ ചെന്നൊരു ഉപരിവരാണ് ഞങ്ങൾ ഐക്യത്തിന് തയ്യാറാണെന്ന് അയാൾ പറഞ്ഞു കേട്ടോ. നിങ്ങൾ കർണാടകയിലെ കേരള യാത്രയുടെ പരിപാടിയാണത്. ചോദിച്ചു, ഇവിടെ ചില ആളുകൾ അഭിപ്രായ വ്യത്യാസം തരണ്ടല്ലോ നിങ്ങളെ ഈ സമ്മേളനത്തോടും പരിപാടിയോടും. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ല. ഇനി ഉണ്ടെങ്കിൽ ഈ കാണുന്ന ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, നിരുപാധികം സുരക്ഷിതമായിട്ട് ഒറ്റക്കെട്ടായി പോകാൻ ഞങ്ങൾ തയ്യാറാകുന്നു. നിരുപാധികം യാതൊരു ഉപാധിയുമില്ല. സുരക്ഷിതമായിട്ടുള്ള പ്രവർത്തന രംഗത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാവരും അതിന് സന്നദ്ധരാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇങ്ങനെ പറഞ്ഞ തൗഫീഖ് ചെയ്തോളണമെന്നില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യണമെങ്കിൽ ആദ്യം കേരളത്തിൽ വരിക. കേരളത്തിൽ വന്നിട്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളെ കബറിങ്ങൾക്ക് പോവുക. പൊന്നു തങ്ങളെ കുറെ ചെയ്തിട്ടുണ്ട്, മാപ്പാക്കി തരണം. കുമ്പിട്ടിട്ട് അവിടുന്ന് പറയാ, ശംസുലിമിന്റെ അടുത്ത് പോയിട്ട് പറയാ, ബന്ധപ്പെട്ടവരെടുത്ത് പോയിട്ട് പറയാ, സമസ്തക്കെതിരെ കൊടുത്ത കേസുകൾ പിൻവലിക്കുക. എത്ര വഖഫ് സ്വത്ത് വെട്ടിപ്പിടിച്ചിട്ടുണ്ട് അതൊക്കെ തിരിച്ചു കൊടുക്കുക. സമസ്തയുടെ സ്ഥാപനങ്ങൾ തിരിച്ചു കൊടുക്കുക. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങുക. ഇതല്ലാതെ കർണാടകയിൽ പോയിട്ട് ഞങ്ങൾ ഐക്യത്തിന് തയ്യാറാണ് എന്ന് പ്രസംഗിച്ചത് എന്തിനാണെങ്കിൽ ആളുകൾക്ക് മുമ്പിൽ നല്ല പിള്ള ചമയാനാണ്. ആളുകൾക്ക് പിന്നെ മുമ്പിൽ ഞങ്ങൾ നല്ലവരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷേ നേരത്തെ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഉസ്താദ് അവர்கள் പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ അടിവരയിടുകയാണ്. ഇങ്ങനെയൊക്കെ കലുഷിതമായ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പോലും ഇവർ കൊണ്ടുവന്ന മുടിയെപ്പറ്റി ഇവർ പറയുന്നില്ല. അത് കേൾക്കുമ്പോൾ ഇവർക്ക് വേദാറാണ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ചു പോകാറുണ്ട്. വേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു കാലത്ത് പ്രസംഗം, എന്താ അദ്ദേഹത്തെ പ്രസംഗം അറിയങ്ങള്, റസൂലുള്ളാഹിയുടെ ഷാറൂബാറൊക്കെ സൂക്ഷിക്കാൻ സ്വർണത്തിന്റെയും വെള്ളിയുടെയൊക്കെ ചിപ്പികൾ പലരുണ്ടാക്കുന്നുണ്ട്. ഉസ്താദ് അങ്ങനൊന്നല്ല, കോൺക്രീറ്റ് കൊണ്ട് വലിയൊരു പള്ളി ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കേൾക്കി, ഇതിൽ എനിക്കൊന്ന് പറയാനുണ്ട്. അതിൽ ബുഖാരിയിലെ ഹദീസാണ് ഇമാം നബവി റഹിമഹുല്ലാഹ് തെളിവ് പറഞ്ഞത്. ഇരിക്കട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് പോകുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം അതാ വെള്ളിയുടെ നിക്കിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചോ. ഉസ്താദ് അവர்கள் വെള്ളിയുടെയും പൊന്നിന്റെയും സാധനമല്ല ഉണ്ടാക്കുന്നത്, കോൺക്രീറ്റ് പള്ളിയാ ഉണ്ടാക്കുന്നത്. എന്തിന്? അത് സൂക്ഷിക്കാൻ മാത്രമല്ല, ആദരവോടെ സൂക്ഷിക്കപ്പെടുന്നതിന്റെ പുറമെ അത് കാണാൻ വരുന്ന മുസ്ലിമീകൾക്ക് നിസ്കരിക്കാനാണ് പള്ളി. അക്കാരണത്താൽ കുറച്ച മനുഷ്യന്റെ നിസ്കാരം അതായിക്കൂടാ. എത്ര ജനങ്ങൾ വന്നാലും അതായിക്കൂടാ. കണ്ടങ്ങള് ഈ ഭാഗത്ത് പള്ളി പൂട്ട്, അവിടെ നിസ്കാരം കള്ളാകുന്നതിന് വേണം പറയാം. ഇപ്പുറത്തെ പള്ളി പൂട്ടിയോണ്ട് കുഴപ്പമില്ല, പള്ളി പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല, അവിടെ നിസ്കാരം കള്ളാകുന്നതിന് സങ്കടപ്പെട്ട് വേണം പറയാം അല്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കാരെ പറ്റി ഇങ്ങനെ പറയലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരെ പകല് നടന്നു പോകുമ്പോ വൈക്കലങ്ങാനും ഒരു കൊട്ടത്തേങ്ങയിൽ അടക്കയെ കണ്ടാൽ അതെടുത്തിട്ട് അതിന് ഉടമനെ തേടിങ്ങ് നടക്കുമത്രേ. അന്തിക്കായ അടക്ക കക്കാനും പോകുന്നു. ഈ സ്വഭാവമാണ് ഇപ്പൊ ഇയാൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? മുടിനെ പറ്റി ചോദിക്കാൻ പറ്റുന്നില്ല, മുടിനെ പറ്റി പറയാനും പറ്റൂല. എന്നിട്ട് അവർക്ക് ജമാഅത്തോടെ നിസ്കരിക്കണം. അതിനാ പള്ളി, അത് അവിടുത്തെ സ്വഭാവമാണ്. അറിയാമല്ലോ, ഈ വടകരയിലെ ഒരു പെരുന്തമ്മൽ വെച്ചുകൊണ്ട് ഇസ്തിഖാമയുടെ പണ്ഡിതന്മാർ മുടിയുടെ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറായി.
ആ വിഷയത്തിൽ സംവാദം നടന്നുകൊണ്ടിരിക്കെ നമ്മുടെ ഉസ്താദുമാർ ചോദിച്ചു, ഇങ്ങനെ പണം പിരിച്ചിട്ട് ഇങ്ങനെ പള്ളി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഷായ മുബാറക് മസ്ജിദ്, അതെന്തായിരുന്നു ചോദിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, അതൊന്ന് ചോദിച്ചപ്പോഴേക്ക് വടിമതിച്ച മാമിന്റെ മാതിരി മറുഭാഗത്ത് ഗണ്ഡിച്ച മൂല്യാരി ചൂടാകുന്ന രംഗം കണ്ടുപിടിക്കണം. നിങ്ങളുടെ ലക്ഷ്യമെന്താണ്? നിങ്ങൾക്ക് പള്ളിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ പുറത്തു പോയി ചർച്ച ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പള്ളി വന്നാൽ ആന വരുന്നു വന്നാലോ പറഞ്ഞപ്പോ ആന വരുന്ന വരെ ഒറ്റക്കുള്ളി ഉണ്ടാക്കി, ആന വന്നപ്പോ ഓടി കഴിച്ചില്ലായ പോലെ പള്ളി വരും, ഓടും. അതിൽ ലക്ഷണ്ട ബേജാറാകണ്ട. സംഘങ്ങള് എവിടെയാണ് പള്ളി എന്ന് ചോദിച്ച യാതൊരു മറുപടിയില്ല. കണ്ണൂടെ എന്നോട് വജ്ജോയിച്ച മാതിരി യാതൊരു തൈമാറില്ല. എവിടെയാണ് പള്ളി? ഞങ്ങൾക്കുറപ്പാണ്. നൗഷാദ് അഹ്സനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളി വരാതിരിക്കാൻ, ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കാൻ 100% ആഗ്രഹിക്കുന്നത് SKSSFകാരല്ല, അവർക്കിടയിലുള്ള പൊന്മടയും പേരോടുമാണ് ഷാറൂബാറക്ക് പള്ളി വരാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വെള്ളാമ്പുറത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഇതൊക്കെ പാടപ്പോ തകർന്നടിയാൻ പോകുന്ന ഒരു ചീട്ടുകൊട്ടാരമാണ്, തകർന്നടിയാൻ പോകുന്ന ഒരു ചീട്ടുകൊട്ടാരമാണ്. മഹാനായ കള്ളിയത്ത് ഉസ്താദും മഹാനായ ശംസുൽ ഉലമയും ഒക്കെ ആദ്യകാലത്ത് കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയ ഈ മഹിതമായ ഈ പ്രസ്ഥാനം അതുപോലെ നിലനിർത്താനും അതുപോലെ നിലനിൽക്കാനും ആഗ്രഹിക്കുന്നവർ ഈ സംഘടനയ്ക്ക് പിന്നിൽ അണിനിരക്കാനല്ലാതെ മറ്റൊരു മാർഗമില്ല. നമ്മൾ ആലോചിച്ചു പോകാൻ ഈ മുടിയുടെ വിഷയമൊക്കെ വന്നപ്പം സനതുണ്ടോന്ന് നമ്മൾ ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ചോദിച്ചോടുകൂടി നമ്മൾ കുടുങ്ങി. എന്തെല്ലാം പറഞ്ഞിട്ടാണ് നമ്മളെ കളിയാക്കിയത്? നിങ്ങൾ കൊണ്ടുവന്ന മുടിക്ക് സനതുണ്ടോ? അത് റസൂലുള്ളാഹിന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖയായ കൈമാറ്റ പരമ്പര ഉണ്ട് എന്നാണല്ലോ മർക്കസ് എന്ന് വായിച്ചതും ഇതാണ് വായിക്കണമെന്ന് പറഞ്ഞതും ഉണ്ടെന്നാണല്ലോ അവര് പറഞ്ഞത്. ആ കൈമാറ്റ പരമ്പര ഉണ്ടോ എന്ന് ചോദിച്ചതിനെ പരിഹസിച്ചുകൊണ്ട് പേരുടെ അബ്ദുൽ സഖാഫി അതൊക്കെ നടത്തിയ പ്രസംഗം ഇന്നും നമ്മൾ വേദനയോടെ കൂടെ അനുസ്മരിക്കുകയാണ്. ആ പ്രസംഗത്തിന് ഹമീദ് വൈദ്യയുടെ മറുപടിയും സാന്ദർഭികമായി നിങ്ങളൊന്ന് കേൾക്കുക. ലേബർ ഓഫീസിൽ ഒരുപാട് സ്ത്രീകളെ കയറ്റുന്നത് പ്രസവിക്കാൻ. എന്താ മൂപ്പര് പറയുന്ന കാര്യങ്ങള്? ലേബർ റൂമിൽ പ്രസവിക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ കുറെ കേട്ടും, പെണ്ണുങ്ങളെ പ്രസവിക്കുന്ന കുട്ടികളെ കൊണ്ടുവരുന്നേ, പെണ്ണുങ്ങളെ പ്രസവിക്കുന്ന കുട്ടികളെ കൊണ്ടുവരുന്നേ, നമ്മളാരും കൊണ്ടുവരുന്ന കുട്ടീനെ സനത് ചോദിക്കലില്ല എന്നാ മൂപ്പര് പറയണത്. ലേബർ ഓഫീസിൽ ഒരുപാട് സ്ത്രീകളെ കയറ്റുന്നത് പ്രസവിക്കാൻ. ലേബർ ഓഫീസ് ഞാൻ ഈ വിദേശത്താ പോക്കി ആശുപത്രി ഇങ്ങനെ പോക്കില്ല, ഞാൻ ഈ വിദേശത്താ പോക്കി ആശുപത്രി ഇങ്ങനെ പോക്കില്ല, ഞാൻ ഈ വിദേശത്താ പോക്കി ആശുപത്രി ഇങ്ങനെ പോക്കില്ല. അങ്ങനെ ലേബർ റൂമിൽ ഒരുപാട് സ്ത്രീകളെ കേട്ടത്. അങ്ങനെ നമുക്ക് 100 സ്ത്രീകൾക്ക് പ്രസവിക്കാൻ കഴിയും. അപ്പൊ അതിന്റെ ഓപ്പറേഷൻ പോണോ നിർബന്ധം എന്നാ ചെയ്തോ, ഇതിന് ഒപ്പിട്ടു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടിയെ കൊട്ടിയത്. അപ്പൊ ഈ കുട്ടിയെ കൊണ്ടുവന്നപ്പോ ഇയാള് ഒരു SKSFന്റെ പ്രവർത്തനം മറ്റോ ആയിരിക്കാം. ഇയാള് ചോദിക്കുന്നത് എന്റെ ഭാര്യ എവിടെ? ഭാര്യ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ബോധം കെട്ടിച്ചാണ്. അപ്പൊ ഇയാളുടെ ചോദ്യം, ഇതെന്റെ കുട്ടിയെന്നാണ് എന്താ തെളിവ്? സിസ്റ്ററോടാണ് പറഞ്ഞു. അപ്പോ ഈ പ്രസവിച്ച പെണ്ണ് ഓറൊക്കെ തന്നെ നമ്മളെ കുഞ്ഞൻ. അപ്പൊ ഇയാളെ ചോദ്യം, ഈ കുട്ടി എന്റേതാണ് എന്താ തെളിവ്? അപ്പൊ ഇതാ എന്റെ അടുത്തുള്ള കുട്ടി, ഞാൻ നിങ്ങൾക്ക് കൊണ്ട തന്നില്ലേന്ന് ഈ പാവപ്പെട്ട പെണ്ണ് പറയാണ്. അപ്പൊ ഇയാളെ ചോദ്യം, 100 കുട്ടികളില്ലേ അതിന്റെ ഉള്ളിൽ? എവിടെ? ലേബർ റൂമിൽ ഒരുപാട് പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടില്ലേ? നീ ബോധം കെട്ട സമയല്ലേ? അതുകൊണ്ട് ഈ കുട്ടി എന്റെ എന്താ തെളിവ്? കൂടിയാക്കാരനായിരുന്നു. അതായത് ഗണ്യമായ തെളിവില്ലാതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ കുട്ടി എന്റെ ഭാര്യ പ്രസവിച്ചാന്നുള്ള തെളിവെന്താണ്? എന്താ ചെയ്യാ? നമ്മളൊരു കാര്യം ചെയ്യാം, ഈ കുട്ടീനെ നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല, എല്ലാം പിന്നെ SSFകാരനാണ്. ഇങ്ങനെ വല്ല കുട്ടിയെയും ആരെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇവന്റെ ന്യായം എന്താ? അവിടെ ഒരുപാട് കുട്ടികളില്ലേ? ആ ലേബർ ഓഫീസിൽ കുറെ കുട്ടികളുള്ളത് കൊണ്ട് ഈ കുട്ടിയെ കുറിച്ചുള്ള ചർച്ചയാവും. ഈ കുട്ടി നിന്റേതാണോ എന്നാ നോക്കരുത്. ഞാനിത് പറഞ്ഞു വരുന്നത്, അബുദാബി കുറെ മുടിയുണ്ട് ഇപ്പൊ പറയും. എനിക്കിപ്പോ എന്താ, നമുക്കൊരു മുടി തന്ന വകയിൽ ഇനി അവിടെ നല്ല മുടിയും നഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ആരും മുടിയില്ലാതിരിക്കുക.
നമുക്ക് തന്നതിനെ പറ്റി ആ ചർച്ച ചെയ്ത് വേറൊരു സ്ഥലത്തെങ്കിലും ഉണ്ടോ ഇല്ലേ? അത് നിങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്ത ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ എന്താ അതിന്റെ ആൾക്കാരോട് ചോദിക്കും. ഇവിടെ നമുക്ക് തന്ന മൊഴി അതിന്റെ നിങ്ങളുടെ എത്ര, അതിന്റെ ഹെൽപ്പെത്ര, അതിന്റെ എണ്ണ എത്ര, ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. മറ്റതുണ്ടോ ഇല്ലേ? അതിൽ കിതാബിൽ എന്ത് പറഞ്ഞു, ജവാഹറുൽ ബിഹാറിൽ എന്ത് പറഞ്ഞു, അതിനപ്പുറത്ത് എന്ത് പറഞ്ഞു, ഒക്കെ വേറെ ചർച്ച ചെയ്തോ. നമുക്ക് നമ്മുടെ കയ്യിൽ കേരളത്തിൽ ഇത് 3 മുടി കഷ്ണം. കേരളത്തിൽ 3 മുടി കഷ്ണം ഉണ്ടെന്നാണ് ഇയാൾ പറഞ്ഞ AP പറഞ്ഞ 4 ഉണ്ട്. ആയിക്കോട്ടെ, കോട്ടയുണ്ട്. 2 സർക്കാർ ടീച്ചർമാരിൽ നിന്ന് ലഭിച്ചത്, 1 അഹമ്മദ് ഖദറിയിൽ നിന്ന് ലഭിച്ചത്. ഈ തന്ന മുഴുവൻ ആളുകളെയും 100% മുസ്ലിം ഉമ്മത്തിന് വിശ്വാസമാണ്. വേറെ ആയിക്കോട്ടെ നമുക്കറിയാം. ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾക്ക് ഈ ലേബർ റൂമിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവന്ന് തന്നപ്പോ നിങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടായോ? കൊണ്ടുവന്നാളാരാ? മുത്തക്കിയായ തരത്തിൽ കഴിക്കുന്ന ആൾ അവിടെ തന്നെ. നിങ്ങളുടെ സ്വന്തം ഭാര്യയാണെങ്കിലോ അപ്പം ബോധം കെട്ട് വീണതാണ്. ഇനി സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞാലോ ഒറ്റ പെണ്ണ് പറഞ്ഞാൽ കാട്ടിക്കൊല്ലു, 2 പെണ്ണില്ല, 2 ആണില്ലാതെ എന്നാണ് എനിക്ക് സ്വീകരിക്കാൻ പറ്റും. ഏതായിരിക്കട്ടെ, ഹമീദ് വൈസിന്റെ മറുപടിക്കും ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അവൻ മർക്കത്തിൽ കൊണ്ടുവന്ന മുടിയുടെ സനത് എവിടെയെന്ന് ചോദിച്ചതിന് അദ്ദേഹത്തിന് മറുപടി, ലേബർ റൂമിൽ നിന്ന് പ്രസവിച്ച് കുട്ടികളങ്ങനെ കൊണ്ടുവരുമ്പോ ഈ കുട്ടിയുടെ സനത് എവിടെയെന്ന് നമ്മൾ ചോദിക്കാറില്ല. കാരണം നെയ്സ് കൊണ്ടുവരുന്നതാണ് നമുക്ക് തെളിവ്. ഇതേപോലെ കാന്തപുരം കൊണ്ടുവന്നാൽ അതങ്ങോട്ട് സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഹമീദ് വൈസിന്റെ മറുപടി, ഈ മറുപടി കിട്ടിയതിന് മുമ്പ് പിന്നെ ആ വിഷയം മുണ്ടിട്ട് തന്നെ എന്നാണ് എനിക്ക് സ്വീകരിക്കാൻ പറ്റും. സനത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, സനത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? കാന്തപുരത്തോട് നമ്മൾ ഈ മുടിയുടെ പരമ്പര ഒന്ന് കൈമാറണം, പറഞ്ഞു തരണമെന്ന് മാന്യമായ ഇസ്ലാമിക നിയമപ്രകാരം ചോദിച്ചപ്പോൾ ഈ പേരോട് മറുപടി പറയുന്നത്, എന്തിനാണ് തെളിവ് ചോദിക്കുന്നത്? ആ പരമ്പരയുടെ ആവശ്യം നിങ്ങളുടെ ഭാര്യയെ പ്രസവിക്കാൻ ഹോസ്പിറ്റൽ കൊണ്ടുപോയാൽ അത് ലേബർ മൂലം ഓപ്പറേഷൻ ചെയ്തുപോയി, കുട്ടിയെ കൊണ്ടുവന്നു, സിസ്റ്റർ കൊണ്ടുവന്നു തന്നു, ഈ കുട്ടി നിങ്ങളാണ് തെളിവ് ചോദിക്കുവാനാണ് ചോദിക്കുന്നത്. അത് മുത്തക്കിയായ പറ്റണം, ആ പന്നടത്തിന് സാക്ഷി മതിയോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, വളരെ കൃത്യമായി നമ്മുടെ ഭാര്യമാരൊക്കെ പ്രസവിച്ച സ്ഥലങ്ങളുണ്ടല്ലോ, ആ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി പ്രസവിച്ചാൽ ആ കുട്ടിക്ക് പ്രസവിച്ച സമയത്ത് തന്നെ ആ കുട്ടിയുടെ മാതാവിന്റെ പേരിലേക്ക് ചേർത്തുകൊണ്ട് ഒരു വളയം ആ കുട്ടിയുടെ കയ്യിൽ ധരിപ്പിക്കാറുണ്ട്. നമ്മുടെ കുട്ടിയുടെ കാലത്ത് നമുക്ക് ഒരു സംശയമല്ല, ഇങ്ങനത്തെ ഹോസ്പിറ്റലാണ് ലേബറുകൾ കൊണ്ടുപോകാറുള്ളത്. സാക്ഷാൽ പേരോടിന്റെ ഭാര്യമാർ കൊണ്ടുപോയി പ്രസവിച്ച സ്ഥലത്തിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊടുക്കുന്ന സംവിധാനം ഇല്ലെങ്കിൽ പേരോടിന്റെ മക്കളെ DNA ടെസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങളാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമില്ല. അത്തരം ചോദിച്ചത് പര്യത്തിൽ അതിന്റെ ശേഷം പിന്നെ മുണ്ടിയിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും കുളൂസ് പറയാം. അവസാനം പറഞ്ഞ് എവിടേക്ക് ഞങ്ങള് ഹബീബായ സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചിലപ്പോൾ നിഴലുണ്ടാകുമെന്ന തനിച്ച ബിദ്അത്തിന്റെ വാദം പറഞ്ഞു. ആ വാദം സുന്നത്ത് ജമാഅത്തിലെ ഒരു പണ്ഡിതനുമില്ല. നബി തങ്ങൾക്ക് ചിലപ്പോൾ നിഴലുണ്ടാകുമെന്ന് ആ വാദം പരസ്യമായി ഒന്നല്ല പലതവണ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞപ്പോൾ അതിനെ തിരുത്താൻ പലർക്കും തയ്യാറായില്ല. പക്ഷേ രഹസ്യമായി പലരും പേരോട് തള്ളി പറഞ്ഞു. പകരാഹ്സനി വരെ അടുത്ത ദിവസം പകരാഹ്സനിക്ക് ഒരാൾ ഫോൺ വിളിച്ചു, പല വിഷയങ്ങളും ചോദിച്ചു. അവസാനം അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ പേരോട് ഇങ്ങനെ നിഴലുണ്ടെന്ന് പറയണ്ടല്ലോ, റസൂലുള്ളാഹിക്ക് ചിലപ്പോൾ നിഴലുണ്ടെന്ന് പറയണ്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് പേരോടിനൊക്കെ തെറ്റിയതാണ് പറഞ്ഞു. പേരോടിന് പയച്ചതാണെന്ന് പകരാഹ്സനി തുറന്നു പറഞ്ഞു. ആ ഫോൺ വിളിക്കൊന്ന് കേൾക്കുന്നത് ഒരു വിഷയം ചോദിക്കാൻ പറയണ്ടോ? അല്ല, ഉസ്താദിന്റെ വിഷയം ചോദിക്കാൻ പറയാ, ഉസ്താദ് തിരക്കില്ല. അദ്ദേഹം പറയുന്ന ഞാൻ പണി ഉസ്താദ് റസൂലുള്ളാഹിക്ക് ചില സമയത്ത് നീരുണ്ടാവുന്നൊക്കെ പറയുന്ന ഒരു വാദം കേൾക്കുന്നുണ്ട്. അത് ഞങ്ങൾ ശരിയല്ലാന്ന് പറയുന്നത്. അല്ല ഉസ്താദ്, അപ്പൊ ശൈഖുനെ പേര് ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ പോരാൻ അങ്ങനെ കേട്ടത് അബദ്ധം പറ്റിയതായിരിക്കും എനിക്ക് തോന്നുന്നത്. അള്ളാഹു എനിക്ക് അതിനെ പറ്റി ഞാനതിനോട് 100% ഞാൻ അതിനോട് വിയോജിപ്പാണ്. അത് അങ്ങോട്ട് നേരില്ല ഇൻഷാ അല്ലാഹ്. അല്ല ഉസ്താദ്, നമ്മൾ ഇന്നലെ ചർച്ച നടന്നു, നമ്മൾ എസ്എഫിന്റെ നാട്ടിൽ കുറെ ചർച്ച നടന്നു. അപ്പൊ അടുത്ത് വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചത്. അപ്പൊ ഉസ്താദ് തെറ്റിയതല്ല, അവർക്കന്നെ. കാരണം ആദ്യ ക്ലാസ്സിൽ ചേർത്താ പറയുന്നുണ്ട്. അതെ, ഞാൻ കേൾക്കുന്നത് അതിന് ഉസ്താദിന് തെറ്റിയല്ല, വിഷയം തെറ്റി. അങ്ങനെ ഒരു ഉസ്താദിനെ കുറിച്ച് പറയാൻ പാടുണ്ടോ? കാരണം പേരോട് സ്ഥാനിക്കാട്ടി മേലെ ആരില്ലേ? ഇപ്പോൾ ഏത് സ്ഥാനം കഴിഞ്ഞാൽ മേലെ പേര് സ്ഥാനില്ലേ? ഓ, അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നിയാണ്. അങ്ങനെ
സുന്നത്ത് ജമാഅത്തും കാര്യങ്ങളൊക്കെ ഇനി പകരന്റെ ഇവര് ഫോൺ ക്ലിപ്പൊക്കെ വെച്ച് കിട്ടുള്ളൂ. ഉറക്കത്ത് കാണാത്തോടെ സ്വപ്നകഥ കിട്ടൂല. അതൊക്കെ സഞ്ചി ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. പഠിക്കുന്ന പേരുസ്ഥാന്റെ കയ്യുന്നതാണ്. അതെ അത് അവർ അബദ്ധം പറ്റിയവർക്ക് ഇരുത്തേണ്ടി വരുവാണ്. പക്ഷെ ഉസ്താദ് അവർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? മറ്റന്മാർക്ക് അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾക്ക് വരില്ലേ? അത് ഓർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓരൊക്കെ നമ്മൾ കുറ്റം പറയുന്നത് വേണ്ടല്ലോ. ഓരോ മനസ്സിലാക്കിയതിൽ അബദ്ധം എന്തെല്ലാം അങ്ങനെയുണ്ട്. എന്തെല്ലാം വിഷയങ്ങളിൽ അക്കാറുകളിൽ കിക്കുകളിൽ നോക്കി തന്നു അബദ്ധങ്ങൾ കുടിക്കേണ്ടതുണ്ട്. അതിലിപ്പോ ഓരോ കുറ്റം പറഞ്ഞ 99.3% ഓറ് ഒരു ശതമാനത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് പക്ഷെ അത് ഉസ്താദിനെ പോലത്തെ ആളിങ്ങനെ പറയാൻ പാടില്ല. നിങ്ങളൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല ഉസ്താദ്. കാരണം നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാളാണ് പേരുസ്താദ്. നമ്മളല്ല ഞാനത് അബദ്ധാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അബദ്ധം പറ്റി പറയാൻ പാടില്ല സാർ, മോശമാണ്. കാരണം അബദ്ധം പറ്റി പറയാൻ പാടില്ല ഒരിക്കലും. ഹലോ ഉസ്താദേ, ഹലോ. കാരണം ശരിക്കും പേരെടുത്താൽ അബദ്ധം പറ്റുമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ആയിക്കോട്ടെ പൂള കച്ചവടല്ലത്. ഇത് അള്ളാഹന്റെ റസൂലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഓഫറത്ത് പറയാ, അത് പറഞ്ഞത് തെറ്റല്ലേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ ആ വിഷയം തിരുത്താൻ തയ്യാറാകണില്ല. തെറ്റ് പറഞ്ഞവരെ ന്യായീകരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാര്യങ്ങളൊക്കെ പരിധി വിട്ടുകൊണ്ട് പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വളർന്നു വരുന്ന SSFന്റെ പ്രവർത്തകന്മാർക്ക് ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നടന്ന സംഭവങ്ങൾ അറിയില്ല. അവർക്കിന്ന് കാണുന്ന ശബ്ദകോലാഹലങ്ങളും ഇന്ന് കാണുന്ന വിഷയങ്ങളുമാണ് അവരറിയുന്നത്. പഴയ കാലത്തെ സമസ്തയുടെ ചരിത്രങ്ങൾ പഠിക്കാൻ അവർ തയ്യാറാകണം. ഒരു 35 വയസ്സിന് താഴെ പോട്ടെ 40 വയസ്സിന് താഴെയുള്ള SSFന് വേണ്ടി പ്രവർത്തിക്കുന്ന കാന്തപുരം വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ മനസ്സിരുത്തി ആലോചിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ഞങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. എത്രത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ സ്ഥാനപ്പേര് പോലും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അവിടെയാണ് നിങ്ങളുടെ ഇത് നിങ്ങളുടെ ബൈലയാണ്. കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ 106/90 നമ്പറായി രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമാവലിയാണിത്. എന്താണ് ഈ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമാവലി? നോക്കൂ നിങ്ങൾ. നമ്പർ 2 വിലാസം സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ്, മർക്കസ് കൊമേഴ്സ്യൽ കോംപ്ലക്സ്, IG റോഡ്, കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ നിയമാവലികൾ ഓരോന്നോരോന്ന് വിശദീകരിച്ചിട്ട് ഇതിന്റെ 5ാമത്തെ നോക്കൂ നിങ്ങൾ. ഈ സംഘത്തിന് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയോട് മാത്രമേ കടപ്പാടുണ്ടായിരിക്കുകയുള്ളൂ. സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്നാണ് നിങ്ങളുടെ സംഘടനയുടെ പേരെന്ന് നിങ്ങളുടെ നിയമാവലിയാണിത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല. നിങ്ങൾ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ്. എന്താ നിങ്ങൾ ഇന്നീ പേര് പറയാത്തത്? എന്താ നിങ്ങൾ സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയാത്തത്? നിങ്ങൾക്കറിയാം ഞങ്ങളിൽ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോയവർ തിരുത്തുകയും മനസ്സറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ വരും ഭാവിയിൽ രക്ഷപ്പെടാൻ കഴിയൂ. ഇതൊരു സംഘടനാപരമായ തർക്കമായി കരുതരുത്. ഭൗതികമായ ലോകത്തെ ഏതെങ്കിലും വിഷയമായി കരുതരുത്. ആഖിറം രക്ഷപ്പെടുന്ന വിഷയമായിട്ടാണ് ഇതിനെ നമ്മൾ കരുതേണ്ടത്. നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഒരു വിഭാഗം സഖാഫികൾ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ വേണ്ടി കുട്ടികൾക്ക് പ്രസംഗം എഴുതി കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കും പോലെ കാന്തപുരത്തിന്റെ മദ്ഹ് മാത്രം പറഞ്ഞ് പ്രസംഗിക്കാൻ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. റബീഉൽ അവ്വലിന് റസൂലുള്ളാഹിന്റെ മഹത്വം പ്രസംഗിക്കാൻ കുട്ടികളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ അതിന് കുറെ ആളുകൾ ഇല്ലാത്ത മഹത്വങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ച് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ചെറിയൊരു ഉദാഹരണം സാന്ദർഭികമായി ഞാൻ കൽപ്പിക്കുന്നു. അതുകൊണ്ട് ലോകത്തോട് നാസറുദ്ദീൻ സഖാഫി കോട്ടയം പറയുന്നത് മതങ്ങൾ പഠിക്കാൻ, മതത്തിലേക്ക് തിരിച്ചു പോകാൻ മാനവൻ തയ്യാറാണ്. മാനവൻ മതത്തിലേക്ക് തിരിച്ചു പോവുക, മതം പഠിക്കുക, അതിലൂടെ മനുഷ്യർ നന്നാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദീർഘിപ്പിക്കുന്നില്ല. ആകർഷണീയമായ അഗാധമായ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ്. കാന്തപുരം ഉസ്താദ്. അത് പണ്ട് നാട്ടിക ഉസ്താദ് മാസപ്രതിയോട് കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. മരണില്ല, പോട്ടെ. ആകർഷകമായ സ്വഭാവത്തിന്റെ ഉടമയാണ്, വശ്യമായ പെരുമാറ്റത്തിന്റെ ഉടമയാണ് കാന്തപുരം ഉസ്താദ്. അതേപോലെ കളഞ്ഞ മതനിഷ്ഠയുടെ ഉടമസ്ഥനാണ് കാന്തപുരം. അതുപോലെ നാട്ടുകാർക്ക് എല്ലാവർക്കും
എല്ലാവർക്കും തീരും, തട്ടിപ്പ് തീരെ നടത്തിയിട്ടൊന്നുമില്ലല്ലോ. ആയിക്കോട്ടെ, പോട്ടെയുണ്ട്. ആരാണ് ആകർഷിക്കപ്പെടുന്ന ആധാരത്തിന്റെ ഉടമയാണ്, അതിലേറെ അത്യാകർഷകമായ ശബ്ദമാധുരിയുടെ ഉടമയാണ്, സാധാരണമായ പ്രവർത്തന പാഠവത്തിന്റെ ഉടമയാണ് കാന്തപുരം ഉസ്താദ്. 50ഓളം രാജ്യങ്ങളിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് ഈ ഭൂഖണ്ഡത്തിന് 50ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുത്ത ഒരു മഹാനാണ്. അമേരിക്കയിൽ നടന്ന വിശാലമായ ഒരു ഇവിടെ സുപ്രഭാതം എടുത്ത് നോക്കിയാൽ ഇടക്കിടക്ക് ബഹാവുദ്ദീൻ സാഹിബ് കഴിഞ്ഞ ദിവസം ഓണം പള്ളി, അതിന് മുമ്പ് ആര്യക്കുട്ടി സാർ ഇടക്കിടക്ക് ഇങ്ങനെ അങ്ങാടി പോണാരി പോകുന്നുണ്ട്. നമ്മളാരും പതി ചണ്ടൊട്ടി പറയുന്നില്ല. ആയിക്കോട്ടെ. കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത 500 പ്രഗത്ഭരായ വ്യക്തികളെ തെരഞ്ഞെടുത്തപ്പോ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കാന്തപുരം ഉസ്താദ് മാത്രമാണ് ആ പ്രഗത്ഭ പട്ടികയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി 2000-ലധികം പട്ടികകൾ റബ്ബിന് സുജൂദ് ചെയ്യാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിർമ്മിച്ച മഹാനാണ് കാന്തപുരം ഉസ്താദ്. പള്ളി പൂട്ടിയവരെ മുമ്പ് അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, കുറെ പള്ളി പൂട്ടിച്ചിട്ടുണ്ടല്ലോ, അതൊന്നും മുമ്പ് അറിഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ. 10,000 എത്തി മക്കളെ, അഗതികൾ, അനാഥരെ സംരക്ഷിച്ച വലിയ ഒരു ജനനായകനാണ് കാന്തപുരം ഉസ്താദ്. ജീവന്റെ നിലനിൽപ്പിനു വേണ്ടി കുടിവെള്ളം അനിവാര്യമാണെങ്കിൽ കേരളത്തിലും ഇതര സ്റ്റേറ്റുകളിലും നമ്മുടെ കൽക്കത്തയിലും പഞ്ചാബിലും കാശ്മീരിലുമല്ല നിരവധി കിണറുകൾ പണിതുകൊടുത്ത് വെള്ളം കുടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ജനനേതാവാണ് മഹാനായ കാന്തപുരം. അഗത്തി ദ്വീപില് സാധുക്കളായ സമസ്തക്കാരെ കേറ്റിലും മണ്ണെണ്ണ വാർന്നതും പോലെ തന്നെയാണ്. എന്റെ കണ്ണോട് നേരിട്ട് കണ്ട രംഗം നമ്മളെ വേണം. തൃശൂരിൽ നടന്ന സമർക്കന്ത് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നമ്മുടെ അഭിമന്യരായ നേതാവ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളോടുകൂടെ അന്ന് ലക്ഷദ്വീപിൽ തങ്ങളോടുകൂടെ പോകാനുള്ള ഒരു മഹാഭാഗ്യം ഈ ഉള്ളവരിൽ ലഭിച്ചിരുന്നു. അഗത്തി ദ്വീപിൽ 5 ദിവസം തുടർച്ചയായി സമസ്തയുടെ ആദർശ പ്രചരണ പരിപാടി നടന്നിരുന്നു. 3 ലക്ഷം ഉറുപ്പിക മുടക്കി ദ്വീപിലെ പാവപ്പെട്ട ആളുകൾ ഉണ്ടാക്കിയ SASന്റെ വലിയൊരു ഓഫീസ് ഉദ്ഘാടനം മഹാനായ തങ്ങളവറുകൾ നടത്തി. അന്ന് അവിടെ ചെന്നപ്പോൾ അന്ന് അവിടുത്തെ പ്രവർത്തകന്മാർ വേദനയോടുകൂടെ പറഞ്ഞ സംഭവമുണ്ട്. സമസ്തകേരള ജംഇയ്യത്തുൽ ഉലമായുടെ SKSSFന്റെ പ്രവർത്തകന്മാർ ആത്മസംയമനം പാലിക്കാനും സമാധാനം കാംക്ഷിക്കാനും വേണ്ടി ഈ പ്രവർത്തിക്കുന്ന സമയത്ത് എന്തേ അവിടെ സംഭവിച്ചത്? സമസ്തക്കാരുടെ വീടുകളും കിണറുകളും മാത്രം തിരഞ്ഞുപിടിച്ച് ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലെ SSFന്റെ പ്രവർത്തകന്മാർ ആ കിണറുകളിൽ മണ്ണെണ്ണ ഒഴിക്കാനും വീട്ടുപകരണങ്ങൾ കിണറിലേക്ക് വലിച്ചെറിയാനും അത് കണ്ട് കരയാൻ മാത്രമേ അവിടുത്തെ സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് സാധിച്ചിരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ മറക്കരുതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. വെടിയുണ്ടകൾ കേട്ട് മാത്രം പരിചയമുള്ള വാക്കുമാരും ഉമ്മമാരും പീഡിപ്പിക്കപ്പെട്ട് മരിച്ചുപോയ കാശ്മീരിലുള്ള അനാഥ മക്കൾക്ക് അവസരം ഒരുക്കി കൊടുത്ത് അവർക്ക് എല്ലാ അവകാശങ്ങളും ചെയ്തു കൊടുത്ത് ജീവിപ്പിക്കാൻ എല്ലാവിധ വഴികളും കാണിച്ചു കൊടുത്ത മഹാനാണ് കാന്തപുരം ഉസ്താദ്. മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ ഇടപെട്ടുകൊണ്ട് സമാധാനത്തിന്റെ വെള്ളരിക്കാവുകളെ മറച്ചു വിട്ടുകൊണ്ട് സൗഹാർദ്ദവും മൈത്രിയും സൃഷ്ടിക്കാൻ പലപ്പോഴും ഭാഗ്യം ലഭിച്ച ജനം അംഗീകരിച്ച ഒരു നേതാവാണ്. സമാധാനത്തിന് വെള്ളരിപ്രാവും നിങ്ങൾ പരത്തണ്ട. നിങ്ങളെ കുട്ടികളോട് മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞാൽ ബില്ല് കിട്ടലേ. അല്ല, വെള്ളരിപ്രാവ് നിങ്ങൾ പറത്തണം. നിങ്ങളെ കുട്ടികളോട് മര്യാദയ്ക്കൊന്നും നിൽക്കാൻ പറഞ്ഞാൽ മതി, കുത്തിത്തിരിപ്പുണ്ടാക്കണ്ട. മര്യാദക്കൊന്നും നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ തന്നെ വലിയൊരാശ്വാസമാണ്. രാവിലെ പരിശുദ്ധമായ ഖുർആനും പിടിച്ച് ഫിഖ്ഹും തജ്വീദും മഖ്റാഖും ദീനിയാത്തും ലിസാനുൽ ഖുർആനും കയ്യിൽ പിടിച്ച് മദ്രസ തുറക്കുന്നതും കാത്ത് ഉസ്താദുകൾ കൊടുക്കുന്ന മിഠായി വാങ്ങാൻ വേണ്ടി സന്തോഷത്തോടെ മദ്രസയിലേക്ക് കടന്നു വരുന്ന മക്കൾ അടഞ്ഞു കിടക്കുന്ന മദ്രസ കണ്ട് മുളുംപൊടിയുടെ പേക്ക് പൊട്ടിച്ചിട്ട് പാവപ്പെട്ട കുട്ടികളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന കാണത്ത സ്വഭാവം അതൊന്നും നിർത്തിയാൽ തന്നെ വലിയൊരു ഉപകാരമായിരുന്നു. മുട്ടുമ്പുറം പോലെയുള്ള സമാധാനത്തോടെ ഐക്യത്തോടെ ശാന്തിയോടുകൂടെ നടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ഇങ്ങനെ നിങ്ങൾ വിഭാഗീയതയുടെ പ്രശ്നങ്ങളുടെ വിഷവത്തുകളുമാകാതിരുന്നാൽ തന്നെ വലിയ സമാധാനമായിരുന്നു. നമ്മൾ നിങ്ങളിൽ നിന്ന് ഇതിലേറെ പ്രതീക്ഷിക്കുന്നുണ്ട്. സമാധാനം കാംക്ഷിക്കുന്ന, സമാധാനം പ്രചരിപ്പിക്കുന്ന, സമാധാനം പറയുന്ന നേതാക്കളിൽ നിന്ന് സമാധാനമുള്ള അനുയായികളെ പ്രതീക്ഷിക്കാവൂ, സമാധാനം പ്രതീക്ഷിക്കാവൂ. നാട്ടിൽ പ്രശ്നങ്ങളും നാട്ടിൽ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന നേതാക്കന്മാരുടെ അനുയായികളിൽ നിന്ന് നമ്മൾ അത്തരം വിഷയങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മഹാനായ വന്യവയോധികരായ മഹാനായ
ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ് സമർഖന്ദിലെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദ്വാരക്കണം. ദുആയിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തും. ഈ കൊടി കെട്ടുന്നതും ഈ പ്രവർത്തനങ്ങളൊക്കെ പടച്ചവന്റെ മുമ്പിൽ പ്രതിഫലാർഹമായ പ്രവർത്തനമായിരിക്കാൻ നീയത്ത് നന്നാക്കി ഇഖ്ലാസോടെ പ്രവർത്തിക്കണമെന്നാണ്. പടച്ചവനെ പേടിയുള്ള, അള്ളാനെ പേടിയുള്ള സാത്വികന്മാരായ കോയക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള, ചെറുശ്ശേരി ഉസ്താദിനെ പോലെയുള്ള, തങ്ങൾ ഉസ്താദിനെ പോലെയുള്ള സമസ്തയെ നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ വന്യവയോധികർ, പുണ്യപ്രവാചകന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മഹാനായ ആറ്റപ്പൂവിനെ പോലെയുള്ള മഹാന്മാരായ സാദാത്യങ്ങൾ, അവരുടെ നേതൃത്വവും അവരുടെ പിന്തുണയും അവരുടെ ആശീർവാദവുമാണ് എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആ തണലിലാണ് നമ്മൾ ജീവിക്കുന്നതും. ആയതുകൊണ്ട് സുന്ദരമായ കേരളത്തിന്റെ മണ്ണിൽ ഇവർക്ക് പിന്നിൽ അടിയുറച്ചു നിന്ന്, സമസ്തക്ക് പിന്നിൽ അടിയുറച്ചു നിന്ന്, SKSS എന്ന മഹിതമായ സംഘടനയ്ക്ക് പിന്നിൽ അടിയുറച്ചു നിന്ന്, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ദീനിന്റെ മസ്ലഹത്തിന് വേണ്ടി മഹല്ലുകളും മദ്രസകളും പള്ളികളും ഒക്കെ നല്ല നിലക്ക് നടന്നു പോകാൻ ഈ മഹിതമായ സംഘടനയുടെ നേതാക്കന്മാർക്ക് മുന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പടച്ചവന്റെ ദീന് സംരക്ഷിക്കാൻ ആവുന്നതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് ഞങ്ങൾ പറഞ്ഞതും നീ കബൂലാക്കണമേ റബ്ബേ, നീ സ്വീകരിക്കണമേ റബ്ബേ, നീ സ്വീകരിക്കണമേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ നാട്ടിൽ നീ ഐക്യം നിലനിർത്തി തരണമേ റബ്ബേ. തെറ്റിദ്ധരിച്ചു പോയവർക്ക് തിരുത്താൻ അവസരം കൊടുക്കണമേ റബ്ബേ. ഒത്തൊരുമയും ഐക്യവും ഞങ്ങൾക്ക് നീ കൈമുതലാക്കി തരണമേ റബ്ബേ. കഴിഞ്ഞുപോയ ഘട്ടങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ അവർ കാണിച്ചു തന്ന പാതയിൽ ഞങ്ങൾ ഒത്തൊരുമയോടെ നിലനിർത്തി ഞങ്ങൾ ഉസ്താദുമാർക്ക് ദീർഘായുസ്സുള്ള ആദ്യം നൽകണമേ റബ്ബേ. കോയക്കുട്ടി ഉസ്താദ് രോഗമായി കിടപ്പിലാണ്, പടച്ചവനെ നീ ശിഫിയാക്കി കൊടുക്കണമേ റബ്ബേ. ഉസ്താദുമാർക്കൊക്കെ ദീർഘായുസ്സുള്ള ആശിയാക്കി നൽകണമേ റബ്ബേ. പ്രവർത്തകന്മാർക്കൊക്കെ ഖൈറ് നൽകണമേ റബ്ബേ. കള്ളപ്രചരണങ്ങൾ നടത്തി മുട്ടുമുറത്തെ സമ്മേളനത്തിൽ ഇത്രയും ആളുകളെ പങ്കെടുപ്പിക്കാൻ കാരണക്കാരായ ഈ നാട്ടിലെ SSF പ്രവർത്തകന്മാർക്ക് 1000 അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ